കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുറന്നോസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 145 സെഷനിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ചേർന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. റോമാലേഖന പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. 10 അധ്യായം വരെ നമ്മൾ ഇതിനോടകം ചിന്തിച്ച് കഴിയുവാനായിട്ട് ഇടയായി. 11 അധ്യായത്തിലേക്ക് നാം ഇന്ന് കടക്കുകയാണ്. 11 അധ്യായം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അധ്യായമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ശ്രദ്ധയോട് കേൾക്കണം. ഈ ഒരു അധ്യായം മിക്കവാറും 2-3 ക്ലാസ്സുകളിൽ കൂടിയേ നമുക്ക് ഫിനിഷ് ആക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇന്ന് ക്രിസ്തൻഡത്തിൽ നാം കണ്ടുവരുന്ന അനേക തെറ്റായ പഠിപ്പിക്കലുകളുടെ ഉറവിടം അതിന് മുഖാന്തരമായിരിക്കുന്ന ഒരു അധ്യായമാണ് ഈ അധ്യായം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഈ അധ്യായമല്ല, ഈ അധ്യായത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് എന്താ പറയുന്നത്, ദ മദർ ഓഫ് ഓൾ ദ റോങ് ടീച്ചിങ്സ്, എല്ലാ തെറ്റായ പഠിപ്പിക്കലുകളുടെയും മാതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന നിലയിൽ ഈ അധ്യായം വളരെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ യഥാർത്ഥമായിട്ട് എന്താണ് ഈ വചനത്തിൽ കൂടി, ഈ അധ്യായത്തിൽ കൂടി പൗലോസ് അപ്പോസ്തലൻ കൈമാറുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, പരിശുദ്ധ ആത്മാവിനാൽ രചിക്കപ്പെട്ട ഒരു പ്രമേയമാണ്. അതിനൊരിക്കലും തെറ്റുപറ്റത്തില്ല. അതെന്താണ് ഇതിൽ കൂടി അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നതെന്ന് ഈ ക്ലാസ്സുകളിൽ കൂടി നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. എന്നാൽ അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് 2 വിഷയങ്ങൾ ഞാൻ വീണ്ടും ഒന്ന് ഓർപ്പിക്കുകയാണ്. 2026 ജനുവരി മാസം 6, 7, 8 തീയതികളിൽ നടക്കുന്ന റൈറ്റ് ഡിവിഷൻ സെമിനാർ, ഇതിനോടകം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് പോലെ കോട്ടയത്ത് കാരിത്താസിൽ കാസ മറിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് റൈറ്റ് ഡിവിഷൻ ബൈബിൾ സെമിനാർ നടക്കുന്നു. ഓൺ വാട്ട് വി സ്റ്റാൻഡ്, അതായത് നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്തൊക്കെയാണ്, ഫൗണ്ടേഷണൽ ഡോക്ട്രിൻ ഓഫ് ദ ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ, ആ സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ എന്തൊക്കെയാണ്, ഈ വിഷയമാണ് നമ്മൾ ആധികാരികമായിട്ട് ഈ 3 ദിവസങ്ങളിൽ പഠിക്കുന്നത്. നിങ്ങൾ ഈ ക്ലാസ്സുകൾ മിസ് ചെയ്യരുത് എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. കാര്യം ഫൗണ്ടേഷണൽ ഡോക്ട്രിൻ ഓഫ് ക്രിസ്ത്യാനിറ്റി അതെന്താണെന്ന് നമ്മൾ 3 ദിവസം രാവിലെ മുതൽ വൈകുന്നവരെയും ഈവനിങ്ങിലും ചിലപ്പോൾ ഒരു സെഷൻ കാണാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ ഈ വിഷയത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതിൻ്റെ 4 വശങ്ങളും അതിൻ്റെ എല്ലാ റെഫറൻസുകളും ചിന്തിച്ച് നമ്മളതിനെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളിത് മിസ്സാക്കാതെ ഇതിൽ വന്നു ചേരേണ്ടത് വളരെ ആവശ്യമാണ്. നിങ്ങൾ ദൈവവചനം മറ്റുള്ളവരോട് സംസാരിക്കുവാനും പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ക്ലാസ് മിസ്സാക്കരുത് എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ബ്രദർ സിബി ഇലന്തൂർ, അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഞാൻ പ്രൊജക്ട് ചെയ്യുന്നില്ല, കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയിൽ നിങ്ങൾക്ക് അത് ലഭിക്കും. 9495591252. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ബ്രദർ സിബി ഇലന്തൂർ 9495591252. അതാണ് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ. ആ മൊബൈൽ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്കിംഗ് കൺഫേം ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റൂം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റൂം ബുക്ക് ചെയ്യാം. മനോഹരമായ ഒരു സ്ഥലമാണ്. ഈ കാസമാറിയ എന്ന് പറയുന്ന ഒരു മലയുടെ മുകളിലാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. നല്ല റൂമുകളാണ്, നല്ല ഫെസിലിറ്റിയാണ്. നിങ്ങൾക്ക് വെളിയിൽ നാടുകളിൽ നിന്നൊക്കെ അവധിക്ക് വരുന്നവർക്ക് 3 ദിവസം അവിടെ വന്ന് താമസിക്കുകയും കർത്താവിന്റെ സന്നിധിയിൽ വേർപെട്ടിരുന്ന് തിരുവചനം പഠിക്കുകയും ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്. നിങ്ങൾ ആ സമയം തക്കത്തിൽ ഉപയോഗിക്കുവാനായിട്ട് ഞാൻ വിശേഷാൽ ഓർപ്പിക്കുകയാണ്. അടുത്തതായിട്ട് മൂവാറ്റുപുഴയിൽ ഒരു ബൈബിൾ ക്ലാസ് ആരംഭിക്കുന്നതിനെ കുറിച്ചും എറണാകുളത്ത് ഒരു സഭാ കൂടിവരവ് ആരംഭിക്കുന്നതിനെ കുറിച്ചും നമ്മൾ സംസാരിച്ചിരുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ അപേക്ഷിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ മൂവാറ്റുപുഴയിലെ ബൈബിൾ ക്ലാസ് പ്രാർത്ഥിച്ച് ആരംഭിച്ചു. ബ്രദർ എൽദോ വർഗീസ് അവിടെ ക്ലാസ്സുകൾ എടുക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആദ്യത്തെ ദിവസത്തെ ക്ലാസ് ചെയ്യുവാനായിട്ട് ഇടയായി. അടുത്തതായിട്ട് നിങ്ങൾ തുടർമാനമായിട്ട് ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടെ ബൈബിൾ ക്ലാസ് അനേകർ കൂടി വരുവാനും തിരുവചനം പഠിച്ച് മനസ്സിലാക്കിയ ജനത്തോട് ചേർന്ന് അവിടെ ഒരു കൂടിവരവ് നമുക്ക് ലഭിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജനത്തെ കൂട്ടുന്ന ഒരു പ്രസ്ഥാനമേ അല്ല നമ്മുടെ ഈ ഒരു ഗേറ്റ് മിനിസ്ട്രീസിന്റെ സഭായോഗങ്ങൾ. തിരുവചനം പഠിപ്പിക്കുക, പഠിച്ച ജനം ചേർന്ന് വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുക, ഒന്നിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കുക, അതാണ് നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം. അപ്പൊ അതിനായിട്ട് മൂവാറ്റുപുഴയിൽ നമുക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചാട്ട് എറണാകുളത്ത് നമ്മളൊരു സഭായോഗ കൂടിവരവിനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ നമുക്ക് അതിനുള്ള ആരാധനാ സ്ഥലം ക്രമീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജനുവരി മാസം ആദ്യത്തെ ആഴ്ചകളിൽ തന്നെ അവിടെ ആരാധന ആരംഭിക്കുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നു. വിശേഷാൽ ആ വിഷയത്തിനായിട്ടും പ്രാർത്ഥിക്കുവാനായിട്ട് ഓർപ്പിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. മറ്റ് മുഖവരകളൊന്നും ഞാൻ പറയുന്നില്ല. റോമാലേഖനത്തിലേക്ക് വരികയാണ്.
11-ാം അധ്യായം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അധ്യായമാണ്. 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ മാത്രമേ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ ഈ പറഞ്ഞ അനേക ദുരുപദേശങ്ങൾ അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചതിൽ നിന്നും ഇന്ന് ക്രിസന്റത്തിൽ കടന്നുകൂടിയിരിക്കുന്നു എന്ന് ഞാൻ ഓർപ്പിച്ചത് അതിൻ്റെ ഒരു കോർ ഭാഗത്തേക്ക് നമ്മൾ ഇന്ന് കടക്കത്തില്ല. 16-ാമത്തെ വാക്യം മുതലാണ് ആ വിഷയം ആരംഭിക്കുന്നത്. അതായത് കാട്ടൊലിവായിരുന്ന നമ്മെ വെട്ടി നല്ലൊലിവായി ഇസ്രായേലിൽ ഒട്ടിച്ചു എന്നുള്ളൊരു പഠിപ്പേര്. അതിന്റെ ഒരു സ്റ്റേജ് സെറ്റാക്കുന്ന ക്ലാസ് ആണ് ഇന്ന് നാം ചെയ്യുന്നത്. 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. ഒരു പക്ഷെ എന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഇന്നത്തെ ക്ലാസ് ചെയ്ത് തീർക്കുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ചയിൽ കാട്ടൊലിവും നല്ലൊലിവും എന്താണ് എന്നുള്ള വിഷയത്തിലേക്ക് നമ്മൾ കടക്കും. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു കാര്യം എപ്പോഴും ഓർക്കാറുണ്ട്. ഈ റോമാ ലേഖനം ഈ പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിച്ച സഭയല്ല റോമാ സഭ. റോമിലെ സഭ പോൾ സ്ഥാപിച്ച സഭയല്ല. എന്നാൽ അതിനെ ചുറ്റിപ്പറ്റി അനേക ചിന്തകളുണ്ട്. എന്നിരുന്നാലും ഞാൻ ഇന്ന് അതിന്റെ ഒരു ഡിസ്കഷനിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഈ റോമിലെ സഭയ്ക്ക് ഇത്ര വലിയൊരു ലേഖനം, അതായത് ഇന്ന് ഉലകത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിലെ ഏറ്റവും വിലപിടിപ്പായിട്ടുള്ള പുസ്തകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണടച്ച് പറയാം, അത് റോമാ ലേഖനം. ഇന്ന് ഉലകത്തിന്റെ കീഴിൽ, അതായത് സൂര്യന്റെ കീഴിൽ ഉലകത്തിൽ മനുഷ്യജാതിക്ക് അവൈലബിൾ ആയിട്ടുള്ള ബുക്കുകളിൽ ഏറ്റവും വിലപിടിപ്പുള്ള ബുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് റോമാ ലേഖനം. ഈ ബൈബിളിലെ തന്നെ ബൈബിൾ വിതിൻ ദ ബൈബിൾ എന്നറിയപ്പെടുന്ന ലേഖനമാണ് റോമാ ലേഖനം. ഇത്ര വലിയൊരു ലേഖനം എന്തുകൊണ്ട് റോമിലെ സഭയ്ക്ക് എഴുതി? പോൾ ആ സഭ കണ്ടിട്ടില്ല, പോൾ ആരംഭിച്ച സഭയല്ല. പോൾ അവിടെ എന്താ നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് കേട്ട് കേൾവിയും അങ്ങനെയുള്ള അറിവുകളാണ് തനിക്ക് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇത്ര മഹത്തായ ഒരു ഗ്രന്ഥം, ഈ ഒരു ആലോചന, ദൈവിക പദ്ധതികൾ എഴുതി ഒരു സഹോദരിയുടെ കയ്യിൽ കൊടുത്ത് ആ ദേശത്തേക്ക് അയക്കുക, ഫേബയുടെ കയ്യിൽ കൊടുത്ത് അയക്കുക. ഇത്ര വലിയൊരു ലേഖനം അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെ നമുക്കൊരു പക്ഷെ നിങ്ങൾ ആശങ്കയുണ്ടാകാം. എന്നിരുന്നാലും അതൊക്കെ ധൈര്യത്തോടെ റോമിലേക്ക് എന്തുകൊണ്ടാണ് പോൾ ഇത് എഴുതി കൊടുത്തത്? എന്തുകൊണ്ട് എഫെസോസിലെ സഭയ്ക്ക് എഴുതിയില്ല? എന്തുകൊണ്ട് കൊലോസിയിലെ സഭയ്ക്ക് എഴുതിയില്ല? അതൊക്കെ കുറെ കൂടെ പോളിന്റെ കൺട്രോളിലുള്ള സഭകൾ, അഖായ സഭകൾ, കൊരിന്തിലെ സഭ, ഫിലിപ്പിയിലെ സഭ ആദ്യത്തെ സഭയാണ് യൂറോപ്പിൽ സ്ഥാപിച്ചത്. മക്കധോനിയയിൽ ആദ്യമായിട്ട് സ്ഥാപിക്കുന്ന സഭയാണ് ഫിലിപ്പിയ. ലിഡിയയുടെ വീട്ടിൽ പ്രാർത്ഥിച്ച് ആരംഭിച്ച ആ സഭ. ഇതിനൊക്കെ എഴുതിയിരുന്നെങ്കിൽ കുറെ കൂടെ കൺട്രോൾ ആയിരുന്നതിനെ, കുറെ കൂടെ പോളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയേനെ. പിന്നെ എന്തുകൊണ്ടാണ് റോമിലെ സഭയ്ക്ക് എഴുതിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു ഉത്തരം, അന്ന് റോം ഈ ലോകത്തിന്റെ ക്യാപിറ്റലാണ്. ഈ ഉലകത്തിന്റെ ക്യാപിറ്റൽ അന്ന് റോമാണ്, ഇൻക്ലൂഡിങ് ബ്രിട്ടൻ അന്ന് റോമിന്റെ അണ്ടറിലാണ്. ഉലകം മുഴുവനും റോമ സാമ്രാജ്യത്തിന്റെ അണ്ടറിലാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന്റെ ക്യാപിറ്റലാ റോം എന്ന് പറയുന്നത്. ഇത്ര വലിയൊരു സത്യം ആ ക്യാപിറ്റലിൽ നിന്ന്, ആ ഉലകത്തിന്റെ തലസ്ഥാന നഗരിയിൽ നിന്ന് അധികാരത്തോടെ ലോകമെമ്പാടും പടർന്നു ചെല്ലണം. അതിനു വേണ്ടിയിട്ടാണ് പോള് ഇത് റോമിലെ സഭയ്ക്ക് എഴുതുന്നത്. ഈസ്റ്റേൺ റോം എന്ന് നമുക്ക് പറയാവുന്ന സ്ഥലങ്ങളാ ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ മുഴുവനും ഈസ്റ്റേൺ റോമിന്റെ അണ്ടറിലാണ്. കൂടാതെ ഇസ്രായേല്, അതിന് ലബനോൻ, സിറിയ, അതുപോലെ തന്നെ ടർക്കി, മൈനർ ഏഷ്യ എന്ന് പറയുന്ന ദേശങ്ങൾ, അവിടെ മുഴുവനും റോമിന്റെ അധീനതയിലാണ്. അത്രമാത്രം അതിനെ ഈസ്റ്റേൺ റോം എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളാണ്. ഈസ്റ്റേൺ റോം, വെസ്റ്റേൺ റോമും കടലിനിക്കരെ ഈസ്റ്റേൺ റോം, ആ റോമിന്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഈ എഫെസോസ്. പോളിന്റെ പ്രവർത്തനങ്ങൾ നടന്ന സ്ഥലങ്ങൾ ശ്രദ്ധിച്ച്, എഫെസോസിലൊക്കെ പോൾ ഏകദേശം 2-2.5 വർഷം താമസിച്ച് പ്രവർത്തിക്കുക. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ്. പോൾ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ പട്ടണങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലെ പ്രധാന പട്ടണങ്ങളാണ്. അന്ത്യോക്യ എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട പട്ടണമാണ്. അന്ത്യോക്യ എന്ന് പറയുന്നത് പിസിഡിയയിലെ അന്ത്യോക്യ, അതുപോലെ തന്നെ ത്രോവാസ്, ഫിലിപ്പിയ എന്നൊക്കെ പറയുന്നത് റോമിന്റെ ഒരു റിപ്ലിക്കയായ ഫിലിപ്പിയ എന്ന് പറയുന്നത്. തെസലോനിക്ക എന്ന് പറയുന്നത് ഗ്രീസിന്റെ വെളിച്ചം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് തെസലോനിക്ക. അഖായ, അവിടുത്തെ ഗ്രീസിലെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ രാജ്യമാണ് അഖായ. മാസിഡോണിയ, അലക്സാൻഡ്രിയ, റോം. കണ്ടില്ലേ, പോൾ പ്രവർത്തിച്ചിട്ടുള്ള സ്ഥലങ്ങൾ മുഴുവനും ഇതുപോലുള്ള മെയിൻ സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങളെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു രാജ്യത്തിന്റെ പേരെന്ന് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. പക്ഷെ ഈ കാലഘട്ടവുമായിട്ട് തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് ഇന്നത്തെ ന്യൂയോർക്കിന് സമമാണ്. ഇന്നത്തെ ന്യൂയോർക്ക് എന്നും ലണ്ടൻ എന്നും പാരീസ് എന്നും ദുബായ് എന്നും സിംഗപ്പൂർ എന്നും ബെയ്ജിംഗ് എന്നും ടോക്കിയോ എന്നും ഒക്കെ പറയുന്നത് പോലുള്ള സ്ഥലങ്ങളാണ് ഈ പറയുന്നത്.
ഇന്ന് ഇത്ര വലിയൊരു സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ഇതുപോലുള്ള പ്രധാനപ്പെട്ട ഉലകത്തിലെ മെട്രോപൊളിറ്റൻ സിറ്റികൾ ആണ് പോൾ തെരഞ്ഞെടുത്തത്. റോമിന് ഇത്ര വലിയൊരു ലേഖനം എഴുതുമ്പോൾ ആ റോമിൽ നിന്ന് അധികാരത്തോടു കൂടി ഉലകത്തിന്റെ 4 ഭാഗങ്ങളിലും അത് പരന്ന് ചെല്ലണം എന്ന് പൗലോസ് ആഗ്രഹിച്ചു. അതുപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം താൻ കൂടിവരവുകളും സഭകളും പ്രവർത്തനങ്ങളും ആരംഭിച്ചു. അവിടുന്ന് എല്ലായിടത്തും ഇത് പടർന്ന് ചെല്ലുവാനായിട്ട് ഇടയായി തീരണം. ഒരു മനുഷ്യർ പോലും ഇത് കേട്ടില്ല എന്ന് പറയുവാൻ ഇടയായി തീരാതെ അധികാരത്തോടു കൂടി ലോകം മുഴുവൻ അത് കവർ ചെയ്യണം. അന്ന് പോൾ എന്ന് പറയുന്ന ഒറ്റയാളാ, ഉടുതുണിക്ക് മറുതുണി ഇല്ല തനിക്ക്. അതുപോലെ സുവിശേഷമായിട്ട് ഇറങ്ങിയിരിക്കുക. പുതച്ച് കിടക്കാൻ ഒരു കമ്പിളി തന്റെ കയ്യിൽ ഉണ്ടായിരുന്നു തന്നെ ഒരിടത്ത് വെച്ചിട്ട് പോരുന്നത് തിരിച്ചെടുത്തോണ്ട് വരണമെന്ന് പറയുന്ന നിലയിൽ അത്രമാത്രം തനിക്ക് ഈ ലോകപരമായിട്ട് ഒന്നും തന്റെ കയ്യിൽ സ്വാധീനമില്ലാത്ത ആളാണ്. എന്നാൽ ഇന്ന് നമ്മളെ ശ്രദ്ധിക്കുന്ന ആയിരക്കണക്കിന് ജനമുണ്ട്. ഇത്ര വലിയൊരു സത്യം പോളിന്റെ കാലഘട്ടത്തിൽ ഇത് എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ ഇന്നും ഇത് മറഞ്ഞിരിക്കുക. ഇന്നിത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവർണ അവസരമായത്. ഇത് നമ്മുടെ ഗ്രാമങ്ങളിലും നമ്മുടെ ചെറിയ ചെറിയ കൂട്ടായ്മകളിലും ഒക്കെ ഒതുക്കി നിർത്താതെ ഇത് ഉലകം മുഴുവൻ എത്തിക്കുവാനായിട്ട് ഡൽഹിയിൽ നിന്ന്, ബോംബെയിൽ നിന്ന്, കൽക്കട്ടയിൽ നിന്ന്, മനസ്സിലായ മദ്രാസിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്ന്, അതുപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പൂനെയിൽ നിന്ന്, ഹൈദരാബാദിൽ നിന്ന് ഒക്കെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഇന്ത്യ മുഴുവനും ഈ സത്യത്തെ മനസ്സിലാക്കിക്കണം. ഇത് മുഴുവനും പ്രസംഗിച്ച് ജനത്തെ അറിയിക്കേണ്ടുന്ന ഒരു വലിയ ഉത്തരവാദിത്വം നമുക്ക് തന്നിരിക്കുക. അങ്ങനൊരു മാതൃക നമ്മുടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അത് നമുക്ക് തന്നിട്ട് പോയിരിക്കുക. താൻ കണ്ടിട്ട് പോലും ഇല്ലാതിരുന്ന ആ റോമ സഭയ്ക്ക് ഇത്ര വലിയൊരു ലേഖനം, ഞാൻ പറയുന്നില്ല, വീണ്ടും ഞാൻ എടുത്തു പറയാം, ഉലകത്തിൽ ഇതുപോലെ വാലിഡ് ആയിട്ടുള്ള ഒരു ബുക്ക് ഇന്ന് വേറെ ഇല്ല. ഇന്ന് ലോകത്തിലുള്ള ജനങ്ങളെ ഈ രക്ഷയിലേക്ക് നയിക്കുവാൻ 66 പുസ്തകങ്ങൾ ബൈബിളിൽ ഉള്ളതിൽ ഏത് പുസ്തകത്തിനാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ദ ബുക്ക് ഓഫ് റോമൻസ് ആണ്. ആ ബുക്ക് പോള് എഴുതി അയക്കുന്നത് റോമിൽ നിന്ന് ഉലകം മുഴുവനും പടർന്ന് ചെല്ലുവാൻ വേണ്ടിയിട്ട്. എന്നതുപോലെ തന്നെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ദൗത്യമായത് നമ്മുടെ ചെറിയ ചുറ്റുപാടുമായിട്ട് ഒതുങ്ങി നിൽക്കാതെ ഉലകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും എത്തി. പോളിന് എന്ത് അധികാരം അല്ലെങ്കിൽ എന്ത് ശക്തിയാണ് കീഴ്മേൽ മറിക്കാനുള്ളത്? തൻ്റെ മേൽ പകർന്നിരിക്കുന്ന ആ ദൈവിക കൃപയാണ്, ആ ദൈവിക തേജസ്സാണ്, ആ ദൈവിക ശക്തിയാണ്. അതേ കൃപ ഒട്ടും കുറയാതെ നമ്മളുടെ ഓരോരുത്തരുടെ മേൽ ദൈവം പകർന്നിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിന്റെ മേലേക്ക് വന്നിരിക്കുക. ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുക. നാം എന്ത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനെ 100 മടങ്ങ് ഇരട്ടിച്ചു തരാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതിനെ കേരളത്തിലെ പ്രധാന നഗരങ്ങളിലൊക്കെ ഈ സുവിശേഷം അറിയിക്കുവാൻ, നിങ്ങളാൽ ആവോളം അധ്വാനിക്കുവാൻ ഞാൻ വീണ്ടും പേഴ്സണലായിട്ട് നിങ്ങളോട് ഞാൻ വളരെ ദൈവസ്നേഹത്തോടെ അറിയിക്കുക. കുറെ നാളൂടെ കഴിയട്ടെ, അടുത്ത വർഷമായിട്ട് ജനുവരിയിലാകട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചു നാളൂടെ ഞാനൊന്ന് പഠിച്ചിട്ടാകട്ടെ, ന്യൂ ഇയറിൽ ആരംഭിക്കാം, അങ്ങനൊന്നും ചിന്തിച്ചിരിക്കാതെ ഒരു ദിവസം മുന്നെങ്കിൽ ഒരു ദിവസം മുന്നേ, നാളെ നമുക്കുണ്ടോ നമുക്ക് അറിയത്തില്ല. ഈ സത്യം ലോകത്തെ അറിയിക്കുവാനായിട്ട് ദൈവം നമുക്ക് ഭാഗ്യം തരേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. തരുന്ന അവസരങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കുവാൻ ഞാൻ നിങ്ങളെ വിനീതമായിട്ട് ഓർപ്പിക്കുക. കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലായിട്ടില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള അവസരങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങൾ ഒരുങ്ങപ്പെടുക. ജനുവരി 7, 8, 6, 7 തീയതികളിൽ നടക്കുന്ന ബൈബിൾ ക്ലാസ് നിങ്ങൾ ദയവായിട്ട് പങ്കെടുത്താട്ട് നിങ്ങളെ ഫുള്ളി എക്വിപ്പ് ചെയ്യുവാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഈ സുവിശേഷം എന്താണ്, ഇതിന്റെ അടിസ്ഥാന പ്രമാണം എന്താണ് എന്ന് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളാണ് 3 ദിവസങ്ങളിൽ അവിടെ നടക്കുന്നത്. അതിൽ വന്നു ചേരുവാനും ആത്മഭാരത്തോട് പൗലോസ് അപ്പോസ്തലൻ എത്ര ആത്മഭാരത്തോട് ഇത് കൈകാര്യം ചെയ്തോ, 13 ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? അതുപോലെ ഈ എഴുതി നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന ഈ മഹൽ സത്യത്തെ ലോകത്തെ അറിയിക്കുവാൻ ദൈവം നമുക്കെല്ലാവർക്കും ഭാഗ്യം തരേണ്ടതിനായിട്ട് ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുകയും നിങ്ങളെ അതിനായിട്ട് വിശേഷാൽ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ്. റോമാലേഖനത്തിലേക്ക് വരാം, 11-ാം അധ്യായത്തിലേക്ക് വരാം. ഈ 9, 10, 11 അധ്യായങ്ങൾ വിശേഷാൽ നമ്മൾ ഈ യഹൂദന്റെ ഇലക്ഷനെ കുറിച്ചും അവരുടെ റിജക്ഷനെ കുറിച്ചും അവരുടെ റിസ്റ്റോറേഷനെ കുറിച്ചുമാണ് പഠിക്കുന്നത്. പലർക്കും യഹൂദൻ എന്ന് പറയുമ്പോഴത്തേനും ഒരു പ്രത്യേക താല്പര്യമാണ്. എന്താണ് അങ്ങനെ ഉണ്ടായിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ നാം യഹൂദന്റെ ഭാഗമാണെന്നും നമുക്ക് നമ്മുടെ തറവാട് അവിടെ ആണെന്നും ഒക്കെ നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് കാരണം പ്രത്യേക ഒരു താല്പര്യം അവരോടുണ്ട്. നല്ല കാര്യം തന്നെയാണ്. പക്ഷെന്നുണ്ടെങ്കിൽ ഞാനൊരു വാസ്തവം നിങ്ങളോട് പറയാം. ക്രിസ്തീയ മാർഗമായിട്ട് ക്രിസ്തീയ വിളി, നമ്മുടെ വിളി എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്നും ദൈവം പൗലോസ് അപ്പോസ്തലനെ വിളിച്ച് നമ്മെ ഉലകത്തെ അറിയിച്ച ഒരു മാർഗം. അതിന് പ്രത്യേകിച്ച് ഇസ്രായേലിനൊരു പ്രത്യേക പങ്ക് അതിലില്ല.
അത് നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ അനുഗ്രഹമോ അവരുടെ ദോഷമോ അവർക്ക് എന്തെങ്കിലും കൂടുതൽ ലഭിക്കുന്നതോ ഒന്നും ഇത് നമ്മളുമായിട്ടൊരു കണക്റ്റഡ് അല്ല, ഒരു ഓർഗാനിക് കണക്ഷൻ നമ്മളും അവരുമായിട്ട് ഇല്ല എന്നൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെന്തോ അവിടെ നിന്നുള്ള കണക്ഷനാണ്, അവിടെ എന്ത് നടക്കുന്നു അതിന്റെ അനുസരിച്ചാണ്, അതാണ് ഹെഡ് ഓഫീസ്, അവിടെ നിന്നാണ് നമുക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം നമ്മളോട് ഇടപെടുന്നത് എന്നൊക്കെ ഒരു പഠനം അല്ലെങ്കിൽ ഒരു തെറ്റായ അഭിപ്രായം നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേലിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ ആയിരങ്ങൾ അത് ലൈവിൽ നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് കാണാം. കാര്യം അത്രയ്ക്ക് ജിജ്ഞാസയാണ് എന്താ അവിടെ നടക്കുന്നതെന്ന് അറിയാൻ. നല്ല കാര്യമാണ്, പക്ഷെ ഉണ്ടെങ്കിൽ അതും ക്രിസ്ത്യാനിറ്റിയുമായിട്ട് നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കല്ലോ. ആ ക്രിസ്ത്യാനിയുമായിട്ട് അത് കണക്ട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നാം ആ ഒരു അടിമ നുഖത്തിൽ കുടുങ്ങിപ്പോകും. ഇന്ന് ഈ കാട്ടൊലിവായിരുന്നു നമ്മളെ വെട്ടി നല്ലൊലിവായി ഇസ്രായേലിൽ ഒട്ടിച്ചു, അങ്ങനെ ഒരു റീപ്ലേസ്മെന്റ് നടന്നു എന്നൊക്കെയുള്ള ഒരു പഠിപ്പീര് വരാൻ കാരണം ഇതാണ്. അതുകൊണ്ട് തന്നെ അതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ ഞാൻ ഓർപ്പിക്കുക. ഇതിനോടുള്ള ബന്ധത്തിൽ എനിക്കൊരു ചോദ്യം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ കൂടെ ഈ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുകയും ബൈബിൾ ക്ലാസ് ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു ബ്രദർ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതൊന്ന് അഡ്രസ്സ് ചെയ്തിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. പെട്ടെന്ന് പറഞ്ഞു തീർക്കാം, അധികം സമയം എടുക്കില്ല, 2 മിനിറ്റ് കൊണ്ട് പറയാനുള്ളതേ ഉള്ളൂ. അതായത് when someone convert to Judaism, do they get enrolled in a tribe? അതാ ചോദ്യം. അതായത് ആരെങ്കിലും ജാതികള് യഹൂദ മതാനുസാരിയായിട്ട് തീർന്ന് യഹൂദ മതം ആ ഒരു വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഏത് ട്രൈബിന്റെ ഭാഗമായി തീരും? അതായത് 12 ഗോത്രങ്ങളായിട്ടാണല്ലോ അവരെ തിരിച്ചിരിക്കുന്നത്. ഒരു ജാതി ഈ യഹൂദ മതാനുസാരിയായിട്ട് തീരുന്ന ചടങ്ങുകളുണ്ട്. അങ്ങനെ ഏക സത്യദൈവ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവര് യഹൂദ മതാനുസാരിയായിട്ട് തീരും, യഹൂദനായിട്ട് മാറും. അങ്ങനെ മാറുന്ന യഹൂദൻ ഏത് ട്രൈബിന്റെ ഭാഗമാകും? അതോ 13ാമത് ഒരു ട്രൈബ് ഉണ്ടോ എന്നുള്ളതാ ചോദ്യം. ഇവിടെ അതിന്റെ ഉത്തരം ഇതാണ്. ഒരു ജാതിയൻ യഹൂദ മതാനുസാരിയായിട്ട് മാറി അവൻ ആ ഒരു ജുഡായിസത്തിലേക്ക് മാറിക്കഴിയുമ്പോൾ ഒരു ഗോത്രത്തിന്റെയും ഭാഗമാകുന്നില്ല. അവനൊരു ജനറൽ ഇസ്രായേലായിട്ടായിട്ട് തുടരുകയാണ് ചെയ്യുന്നത്. അതിന് 12 ഗോത്രത്തിൽ ഒരു ഗോത്രത്തിനും പ്രത്യേക മെമ്പർഷിപ്പ് അവന് കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു മെമ്പർഷിപ്പിന്റെ ആവശ്യം ദൈവത്തിന്റെ സന്നിധിയിൽ അവർക്കില്ല. അതിന്റെ അർത്ഥം അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ കുറവുണ്ടെന്നല്ല. ഒരു യഹൂദനായിട്ട് ജനിച്ചവന് എന്ത് അനുഗ്രഹമുണ്ടോ ആ അനുഗ്രഹമെല്ലാം ഇവർക്കുമുണ്ട്. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഈക്വൽ റൈറ്റ്സ്. അവർക്ക് എല്ലാ നിലയിലും ഒരു യഹൂദന് എന്ത് അധികാരമുണ്ടോ ആ അധികാരമെല്ലാം ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വാക്യം മാത്രം പ്രൊജക്റ്റ് ചെയ്യാം. യെശയ്യാ പ്രവചനം 56-ാം അധ്യായം അതിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ. 6ാമത്തെ വാക്യത്തിൽ നിറയെ റെഫറൻസുകളുണ്ട്. ഞാൻ പെട്ടെന്ന് ഒരു റെഫറൻസ് ഇത് മാത്രമേ എടുത്തുള്ളൂ. ഈ യഹൂദ മതാനുസാരിയായിട്ട് മാറുന്ന ജൂവിഷ് പ്രോസലൈസേഷൻ, ആ ഒരു പ്രോസസ്സിനെ കാണിക്കുന്ന അനേക റെഫറൻസുകളുണ്ട്. എങ്കിൽ അതില് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ഒരു റെഫറൻസ് ആയത്, യഹോവയെ സേവിച്ചു അവന്റെ നാമത്തെ സ്നേഹിച്ചും അവന്റെ ദാസന്മാരായിരിക്കേണ്ടതിന് യഹോവയോട് ചേർന്ന് വരുന്ന അന്യജാതിക്കാരെ, അതായത് ദൈവം ഏക സത്യ ദൈവം എന്ന് വിശ്വസിച്ച് അതിലെ ആ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹമുള്ള ഒത്തിരി മറ്റ് ജാതിക്കാരുണ്ട്. അങ്ങനെയുള്ളവർ അന്ന് യഹൂദ മതാനുസാരിയായിട്ട് മാറും. അങ്ങനെ മാറുന്നവരെ കുറിച്ച് പറയാം, യഹോവയെ സേവിച്ചും അവന്റെ നാമത്തെ സ്നേഹിച്ചും അവന്റെ ദാസന്മാരായിരിക്കേണ്ടതിന് യഹോവയോട് ചേർന്ന് വരുന്ന അന്യജാതിക്കാരെ ശബത്തിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും എന്റെ നിയമം പ്രമാണിച്ച്, ഇവിടെ എന്റെ നിയമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിച്ഛേദനയാണ്, എന്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരെ ഒക്കെയും തന്നെ ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന്, അതായത് യെരുശലേമിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാലയത്തിൽ, യെരുശലേം ദേവാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അവരുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എൻ്റെ യാഗപീഠത്തിന്മേൽ എനിക്ക് പ്രസാദകരമായിരിക്കും. എൻ്റെ ആലയം സകല ജാതികൾക്കും ഉള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഈ ഒരു റെഫറൻസ് ഞാൻ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ജൂവിഷ് പ്രോസലൈസേഷന് വേണ്ടിയിട്ടുള്ള അനേക റെഫറൻസുകളുണ്ട്. അങ്ങനെ ജാതികൾക്ക് പരിച്ഛേദന സ്വീകരിച്ച് കൽപ്പനകളും പ്രമാണങ്ങളും അംഗീകരിച്ച് അനുസരിച്ച് ദൈവത്തിന്റെ ആലയത്തിൽ വന്ന്, യെരുശലേം ദേവാലയം ദൈവത്തിന്റെ ആലയം, അതിൽ വന്ന് കർത്താവിനെ ആരാധിക്കുകയും ഏകസത്യ ദൈവം എന്ന് വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഈ മാർഗത്തിലേക്ക് വരുവാൻ കഴിയും. ഒരു യഹൂദന് എന്ത് റൈറ്റ്സ് ഉണ്ടോ അതെല്ലാം അവർക്ക് പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് കഴിയും. എന്നാൽ അവര് ഒരു ഗോത്രത്തിന്റെയും ഭാഗമായിട്ട് തീരത്തില്ല. നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് ഞാൻ പറയാം, ഇന്ന് യഹൂദന് അവർക്ക് തന്നെ അറിയത്തില്ല അവർ ഏത് ഗോത്രമാണെന്ന്. ഒരു 90% യഹൂദനും അറിയത്തില്ല അവർ ഏത് ഗോത്രമാണെന്ന്. ആകെ ഏത് ഗോത്രമാണെന്ന് അറിയാവുന്നത് ഏറെക്കുറെ ലേവി ഗോത്രക്കാർ, ലിവൈറ്റ്സിന് മാത്രമേ അവരുടെ ഏത് ഗോത്രമാണ് എന്ന് അറിയത്തുള്ളൂ. കാര്യം അവര് ഈ കോഹനീം എന്ന് പറയുന്ന അവരുടെ പ്രീസ്റ്റ്ഹുഡ് ആണ്. കോഹനീം
ആ ഒരു കോഹനിയും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പ്രീസ്റ്റായിട്ട് അവർക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടുന്നത് കൊണ്ട് ആ ലേവി ഗോത്രത്തിലുള്ളവർ മാത്രമാണ് അവരുടെ ഗോത്രം ഏറെക്കുറെ അവർ കീപ്പപ്പ് ചെയ്തിരുന്നതും അവർ ഏത് ഗോത്രത്തിൽ നിന്ന് വന്നു എന്ന് അവർക്ക് തന്നെ പറയാൻ കഴിയുന്നതും. ബാക്കിയുള്ള ജനത്തെ നോക്കിക്കഴിഞ്ഞാൽ 90%-നെയും ബാക്കി നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇന്ന ഗോത്രമെന്ന് ട്രേസ് ചെയ്യാൻ പറ്റാത്തവണ്ണം ഒരു ട്രേസബിലിറ്റി ഇല്ലാതായി പോയിരിക്കുകയാണ്. അവർക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും ആ ഒരു വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവര് ശേഷം യഹൂദനെ പോലെ തന്നെ ഒരു യഹൂദനായിട്ട് തുടരും. അതുകൊണ്ട് അവർക്കൊരു പ്രത്യേക ഗോത്രം ഉണ്ടായിരിക്കത്തില്ല. തന്നെയല്ല, ഇന്ന് അത് ഗോത്രം ഉണ്ടായെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി ഒട്ടും അത് റെലവൻ്റ് അല്ല. കാരണം ഇന്ന് ഇസ്രായേലൊന്നുമില്ല, ജാതികളൊന്നുമില്ല, യവനനൊന്നുമില്ല, യഹൂദനൊന്നുമില്ല, ഒരു വ്യത്യാസമില്ലാതെ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസിൽ എല്ലാവരും ഒരേ പദവിയിലാണ്. അവർക്ക് ഒരു പ്രീ എമിനൻസ് ഇന്നില്ല. യഹൂദന് ഒരു പ്രാമുഖ്യം ഇന്നില്ല. അതുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ജനം രക്ഷിക്കപ്പെടുവാൻ യഹൂദനിൽ കൂടി രക്ഷിക്കപ്പെടണമായിരുന്നു. രക്ഷ യഹൂദനിൽ കൂടി മാത്രമാണ് വന്നിരുന്നത്. നമ്മൾ ആരെങ്കിലും രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗമായി തീരേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇത് ആ കാലമല്ല. ഇത് കൃപായുഗമാണ്. കർത്താവിന്റെ കാൽവറിയിലെ വിശ്വാസത്താൽ ഉലകത്തിലുള്ള സകല മാനവരാശിക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ നമ്മൾ ഏത് ഗോത്രമായാലും ഏത് ഗോത്രം അല്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും സെയിം പ്രിവിലേജ് ആണ് ഇന്ന് ഈ കാലഘട്ടത്തിലുള്ളത്. ദർ ഈസ് നോ ജൂ നോർ ജെന്റൈൽ. എല്ലാവർക്കും ഒരേ പ്രിവിലേജ് ആണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ഈ കാലഘട്ടത്തിൽ നമുക്കുള്ളത്. എന്നാൽ എസ്കറ്റോളജിക്കലി നോക്കിക്കഴിഞ്ഞാൽ, അതായത് യുഗാന്ത്യപരമായ വിഷയങ്ങൾ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പ്രാധാന്യമുണ്ട്. എന്നാൽ ആ കാലഘട്ടത്തിൽ നാം ഇവിടെ ഉണ്ടായിരിക്കത്തില്ല. അതുവരെ അവരും മറ്റുള്ള യഹൂദന്മാരെ പോലെ ഒരു കോമൺ ഇസ്രായേലായിട്ട് നിൽക്കും. യുഗാന്ത്യത്തിൽ, അതായത് റാപ്ചർ ഇവിടുന്ന് നടന്നതിന് ശേഷം, നാം ഇവിടുന്ന് സ്വർഗത്തിൽ ചേർക്കപ്പെട്ടതിന് ശേഷം ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തും. അവർ ആ മഹാപീഡനത്തിൽ കൂടെയൊക്കെ കടന്നു പോവുകയും യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു പ്രത്യേക പദ്ധതി ദൈവത്തിനുണ്ട്. ആ കാലഘട്ടത്തിൽ അവര് ഒരു കോമൺ ഇസ്രായേലായിട്ട് നിൽക്കും. മറ്റുള്ളവർക്കും അവരുടെ ഗോത്രം ഏതാണെന്നൊന്നും ആ സമയത്ത് വലിയ അറിവ് ഉണ്ടായിരിക്കത്തില്ല. അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അല്പമായ പ്രാധാന്യമുണ്ട്. എങ്കിലും ഈ നമ്മുടെ വിളി, അതായത് സഭ, ബോഡി ഓഫ് ക്രൈസ്റ്റ്, റാപ്ചർ നടക്കുന്ന സമയം വരെ ഇതിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല എന്ന് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക. അതുകൊണ്ട് ആരെങ്കിലും ഇസ്രായേലിന്റെ ഭാഗമാകുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഓഫ് നോ യൂസ്. ഈ കാലഘട്ടത്തിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതുപോലെ തന്നെ 13ാമതൊരു ട്രൈബില്ല, 12 ട്രൈബേ ഉള്ളൂ എന്നുകൂടെ ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം, സ്വർഗത്തിൽ നിന്നും മണവാട്ടിയെ പോലെ അലങ്കരിച്ച് ഇറങ്ങി വരുന്ന ആ സ്വർഗീയ ഭവനമുണ്ട്. അതിന് 12 ഗോപുരവും 12 മതിലുകളും 12 സിറ്റിയും ഒക്കെയാണ്. അത് 12 ട്രൈബ്സ് ആണ്. ആ 12 ഗോത്രപിതാക്കന്മാരുടെയും പേരിലാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. ആ 12 അപ്പോസ്തലന്മാർ ഓരോ ആ 12 ഗോത്രങ്ങൾക്കും നേതൃത്വം വഹിക്കും. ആ 12 പേരുടെയും പേര് എൻഗ്രേവ് ചെയ്തിരിക്കുന്ന ആകാശം മുട്ടുന്ന ഗോപുരങ്ങൾ ആ സിറ്റിയിൽ ഉണ്ടായിരിക്കും. അതെല്ലാം ആ 12മായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിന് മേലെ ഒരു ട്രൈബില്ല. അതിൽ നിന്ന് ഒന്നും കുറഞ്ഞിട്ടുമില്ല, ഒന്നും കൂടിയിട്ടുമില്ല. ഇന്ന് അതിൽ ചേരുന്നതുകൊണ്ട് ഒരു അർത്ഥവുമില്ല. ഇന്ന് നമ്മൾ കർത്താവിന്റെ ക്രൂശിലേക്ക് വന്ന് രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടുകയും നിത്യം സ്വർഗത്തിൽ വസിക്കുകയും ചെയ്യുന്ന ഒരു സ്വർഗീയ പദ്ധതിയിലാണ്. ആ ചോദ്യത്തിന് സഫീഷ്യന്റ് ആയിട്ട് ഞാൻ മറുപടി പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വിഷയത്തിലേക്ക് വരികയാണ്. റോമാലേഖനം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 15-ാമത്തെ വാക്യം വരെയാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ആ ഭാഗം ഒന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആ ചിന്തകളിലേക്ക് വരാം. റോമാലേഖനം 15-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. എന്നാൽ 11-ാമത്തെ അധ്യായം, റോമാലേഖനം 11-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല. ഞാനും ഇസ്രായേല്യനല്ലോ, അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഏലിയാവിന്റെ ചരിത്രത്തിൽ തിരുവെഴുത്ത് പറയുന്നത് അറിയുന്നില്ലയോ? അവൻ ഇസ്രായേലിന് വിരോധമായി, കർത്താവേ, അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവൻ അരുളപ്പാടുണ്ടായത് എന്ത്? ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിന് പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു.
ദൈവം അവർക്ക് ഇന്ന് വരെ ഗാഢനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അവരുടെ മേശ അവർക്ക് കെണിയും കൊടുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ. അവരുടെ കണ്ണ് കാണാതെ വണ്ണം ഇരുണ്ടു പോകട്ടെ. അവരുടെ മുതുക് എല്ലായ്പ്പോഴും കുനിയിക്കണമേ എന്ന് ദാവീദും പറയുന്നു. എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു? ഒരു നാളുമല്ല. അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാപനം എത്ര അധികം. എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ജാതികളുടെ അപ്പോസ്തലനായിരിക്കാൻ ഞാൻ എൻ്റെ സ്വജാതിക്കാർക്ക് വല്ല വിധേനയും സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? ഈ വിഷയമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. 1-2 വാക്യങ്ങൾ ഇങ്ങനെയാ പറയുന്നത്: എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു? ഒരു നാളുമില്ല. ഞാനും ഇസ്രായേലിയനല്ലോ, അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഈ വിഷയത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ വിഷയം ആരംഭിക്കുകയാണ്. ഞാൻ ആ വാക്യം പ്രൊജക്ട് ചെയ്യാം. എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ചോദിക്കുക. ഇവിടെ നമുക്ക് ഈ വാക്യത്തിന്, ഈ ഒരു അധ്യായത്തിന് തന്നെ വേണമെങ്കിൽ യഹൂദനും ജാതികളും ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയിൽ എന്നൊരു ടൈറ്റിൽ വേണമെങ്കിൽ ഈ അധ്യായത്തിന് കൊടുക്കാം. ഈ രണ്ടു പേരെയും, യഹൂദനെയും ജാതികളെയും, ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയിൽ ഇവരെ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് വേണമെങ്കിൽ ഇതിനെ ടൈറ്റിലായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ തന്നെ യഹൂദനെ ദൈവം ഈ കാലഘട്ടത്തിൽ മുഴുവനായിട്ടും പെർമനന്റ് ആയിട്ടും കൈവിട്ടിട്ടില്ല എന്ന് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുക. അവരെ എന്നേക്കുമായിട്ട് കൈവിട്ടിട്ടില്ല. അവരെ എല്ലാരെയും ഒരുപോലെ ദൈവം ഒന്നടങ്കം കൈവിട്ടിട്ടില്ല എന്ന് പറയുക. God did not abandon Israel totally and permanently. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒക്കെ ഓർപ്പിച്ചതുപോലെ യഹൂദന്റെ രക്ഷ ദൈവം പ്രോമിസ് ചെയ്തിരുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടല്ല, പ്രത്യേക ഒരു രാഷ്ട്രമായിട്ട്, യഹൂദൻ ആസ് എ നേഷൻ ആയിട്ടാണ് ദൈവം അവരുടെ രക്ഷ അവർക്ക് പ്രോമിസ് ചെയ്തിരുന്നത്. ഇതൊരു അടിപ്പട സത്യമാണ്, ഒരു അടിസ്ഥാനപരമായ കാര്യമാണ്. യഹൂദനോട് രക്ഷിക്കപ്പെടാൻ പറയുമ്പോൾ അവിടെ മത്തായിയോ മർക്കോസോ അല്ലെന്നുണ്ടെങ്കിൽ പത്രോസോ യോഹന്നാനോ അങ്ങനെ ഇൻഡിവിജ്വലിന്റെ കാര്യമേ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. യഹൂദൻ ആസ് എ നേഷൻ, ഒരു രാഷ്ട്രമായിട്ടുള്ള അവരുടെ രക്ഷയാ ദൈവം അവരോട് സംസാരിക്കുന്നതും പഴയ നിയമത്തിൽ കൂടി, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന പുസ്തകത്തിൽ കൂടി, ഈ അപ്പോസ്തല പ്രവൃത്തികൾ ആദ്യത്തെ 7 വരെയുള്ള അധ്യായങ്ങളിൽ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻഡിവിജ്വൽ സാൽവേഷൻ അല്ല, മറിച്ച് യഹൂദൻ ആസ് എ നേഷൻ അവരെ ഒരു രാഷ്ട്രമായിട്ട് രക്ഷിക്കുന്ന വിഷയമാണ്. ദൈവം അവരെ കൈവിട്ടു എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് വിട്ട് കളഞ്ഞു എന്നല്ല. ഇനി ഒരു യഹൂദന് രക്ഷയില്ല, ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു എന്നല്ല അതിന്റെ അർത്ഥം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കണം. ഇവിടെ യഹൂദൻ ഒരു രാജ്യമായിട്ട്, ഒരു രാഷ്ട്രമായിട്ട് ദൈവം അവരെ വിട്ടുകളഞ്ഞു എന്നുള്ളത് ശരിയാണ്. അതിന്റെ അർത്ഥം ഇനി യഹൂദന്മാർക്ക് ആർക്കും രക്ഷയില്ല എന്നല്ല. അതിൽ ഇൻഡിവിജ്വൽസിന് എക്കാലത്തും രക്ഷയുണ്ട്. ഈ കാലഘട്ടത്തിലും അവർക്ക് രക്ഷിക്കപ്പെടാം. അവർക്ക് ഒരു ഫേവറബിൾ നേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി എന്നൊരു പദവി ഈ കാലത്തിൽ ഇല്ല. ഒരു പക്ഷെങ്കിൽ നമുക്കത് വിശ്വസിക്കാൻ മടിയുണ്ടായിരിക്കും, പക്ഷെ അതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെയാണ് ദൈവം അവരെ ഉലകം മുഴുവനും ചിതറിച്ച് കളഞ്ഞത്. ദൈവം അവരെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കാര്യം ശരി, അത് ദൈവത്തിന്റെ ഒരു കാര്യപരിപാടിയും അവരോടുള്ള ദൈവിക വാഗ്ദത്വവും ഉണ്ട്. അത് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. അത് ആരംഭിച്ചിട്ടില്ല, അതിന്റെ സ്റ്റേജ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ദൈവം അവരെ കൂട്ടിച്ചേർത്തിരിക്കുക. അവരോടുള്ള ദൈവിക പദ്ധതി ആരംഭിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ദൈവം റെഡിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അവരോട് ആ ദൈവം ഡയറക്റ്റ് ആയിട്ട് ഇടപെടും. അത് അവരുമായിട്ട് ഇടപെടാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് നമുക്കൊരു പ്രത്യേകതയും ഉണ്ടാകത്തില്ല. അന്ന് നമുക്ക് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകും. എന്നാൽ ഈ കാലഘട്ടം അങ്ങനത്തെ ഒരു കാലഘട്ടമല്ല. ഇന്ന് ദൈവം അവരെ വിട്ടുകളഞ്ഞിരിക്കുന്ന, ആസ് എ നേഷൻ അവരെ വിട്ടുകളഞ്ഞിരിക്കുന്ന കാലമാണ്. ഇന്ന് അവർക്ക് ഒരു പ്രീഎമിനൻസ് ഇല്ല, ഒരു പ്രത്യേകതയും ഒരു പ്രാമുഖ്യവും അവർക്ക് ഇന്നില്ല. അവർ ദൈവത്തിൽ നിന്ന് വീണു പോയിരിക്കുകയാണ്. അപ്പോൾ തന്നെ അവരിലുള്ള ഇൻഡിവിജ്വൽസിന് രക്ഷിക്കപ്പെടുവാനായിട്ട് അവസരമുണ്ട്. ആരെങ്കിലും പേഴ്സണലായിട്ട് ഈ രക്ഷയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് വരുവാനായിട്ട് കഴിയും. ദൈവം അത് തടഞ്ഞിട്ടില്ല. ഈ കാര്യം മനസ്സിലായിട്ടില്ല എങ്കിൽ ഈ അധ്യായത്തിന്റെ പൊരുള് അല്ലെന്നുണ്ടെങ്കിൽ ഈ അധ്യായത്തിന്റെ പർപ്പസ് നമുക്ക് മനസ്സിലാകാതെ പോകും. ക്രിസ്തീയ സമൂഹം ഇന്ന് ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ അധ്യായത്തിൽ പറയുന്ന
തിരഞ്ഞവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും എന്ന് പറയുന്ന രണ്ട് കൂട്ടരുണ്ട്. ഈ അധ്യായത്തിൽ പറയുന്ന തിരഞ്ഞവരെന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരും 7-ാമത്തെ വാക്യത്തിലാണ് അത് പ്രതിപാദിക്കുന്നത്. നമ്മൾ അതിലേക്ക് വരികയാണ്. ഞാൻ അതിന്റെ ഒരു ഇൻട്രോ ഒന്ന് പറഞ്ഞു വരിക. അതായത് തിരഞ്ഞവരെന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരെന്നും പറയുന്ന രണ്ട് ഗ്രൂപ്പിനെ കാണാം. നമ്മളെ പഠിപ്പിച്ചും നമ്മൾ മനസ്സിലാക്കിയും ഇരിക്കുന്നത് ഈ തിരഞ്ഞവരും തിരഞ്ഞവർ അവരാണ്, എന്നാൽ അവർക്കത് കിട്ടിയില്ല. പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മളെ ആയിരുന്നു, അങ്ങനെ നമുക്കത് ലഭിച്ചു, അങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഭാഗമായി എന്ന് പൊതുവെ പഠിപ്പിച്ചു വെച്ചിരിക്കുക. ക്രിസ്ത്യന്റെ മുഴുവനും മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. ഇസ്രായേൽ ആണ്. എന്നാൽ ശരിക്കും ഇതിന്റെ ആൻസർ ഇസ്രായേൽ ആണ് ദൈവത്തെ തിരഞ്ഞവർ. അവർ തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരും. ആ കൂട്ടത്തിൽ നമുക്ക് ചേരുവാനായിട്ട് കഴിയത്തില്ല. ജാതികൾ എന്ന് പറയുന്ന നാം ദൈവത്താൽ അറയ്ക്കപ്പെട്ടവരും വെറുക്കപ്പെട്ടവരുമാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാ. നമ്മുടെ അടുത്ത് സുവിശേഷമേ അറിയിക്കണ്ട എന്ന് പറഞ്ഞിരുന്ന ജാതികളാണ്. ആ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യം കൃപയാൽ, ദൈവത്തിന്റെ കരുണയാൽ ലഭിച്ചിരിക്കുന്ന ഒരു ഭാഗ്യവും പ്രത്യേക ഒരു ടൈം പീരീഡുമാണ്. ഇത് തിരഞ്ഞവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും അവർ തിരഞ്ഞു, അവർക്ക് കിട്ടിയില്ല, അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട നമ്മളെ തിരഞ്ഞെടുത്തു എന്നൊന്നും അല്ല അതിന്റെ അർത്ഥം. ആ പറയുന്നതെല്ലാം യഹൂദനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അവരൊരു രാഷ്ട്രമായിട്ട് ദൈവത്തെ തിരഞ്ഞിരുന്നു, എന്നാൽ അവരിൽ നിന്നും ദൈവം ചിലരെ തിരഞ്ഞെടുത്തു എന്നൊക്കെയുള്ള ഒരു വസ്തുതയാണ് ഇതിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ അതിനെ ഒരല്പം കൂടെ വിശദീകരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും കഴിയും. അവര് ദൈവത്തിന്റെ വാഗ്ദത്ത ജനമാണ്. ദൈവിക പദ്ധതികൾ അവരിലൂടെ നിറവേറണം. അത് നിറവേറ്റേണ്ടുന്നത് ദൈവത്തിന്റെ കൂടെ ആവശ്യമാണ്. കാര്യം ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത് വേർതിരിച്ച് അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു ദൈവജനമാണ് അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, അവർ വീണുപോയി എന്നുള്ളത് വാസ്തവമാണ്. കാര്യം ദൈവം ആരെയും ബലാത്കാരമായിട്ട് ദൈവിക പദ്ധതിയിൽ പിടിച്ചു നിർത്തത്തില്ല. അവരവരുടെ ഇഷ്ടത്തിനും വിൽ പവറിനും ആ ദൈവം വിടുന്നത്. അവർ വീണുപോയി എന്നുള്ളത് ശരിയാണ്. എന്നാൽ ദൈവ രാജ്യം ഭൂമിയിൽ സ്ഥാപിതമാവുക എന്നുള്ളത് ദൈവിക വാഗ്ദത്ത നിവർത്തിയാണ്. അത് നിറവേറുവാൻ യഹൂദനിൽ കൂടിയും ഇസ്രായേലിൽ കൂടിയുമാണ് അത് നിറവേറേണ്ടത്. കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവായിട്ട് തിരികെ വരും, ഈ ലോകത്തിലേക്ക് വരുമെന്നുള്ളത് ഉലക സ്ഥാപനത്തിന് മുമ്പേ തീരുമാനിച്ചിരുന്ന കാര്യമാണ്. അവന്റെ മഹത്വം ഇറങ്ങിപ്പോയതുപോലെ തന്നെ മടങ്ങി വരും. യഹൂദനെ എന്നേക്കുമായിട്ട് അബാൻഡൻ ചെയ്തിരിക്കുകയല്ല, അവരെ എന്നേക്കുമായിട്ട് വിട്ടുകളഞ്ഞിരിക്കുകയല്ല. ഒരു കാലഘട്ടത്തിൽ രണ്ട് പദ്ധതികളില്ല. അറ്റ് എ ടൈം ഒരു പദ്ധതിയെ ദൈവത്തിനുള്ളൂ. അത് കൃപായുഗവും ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവിക പദ്ധതിയുമാണ് ഈ കാലഘട്ടത്തിലുള്ളത്. പാരലലി ദൈവം വേറൊരു ബാക്ക് ഡോർ വഴി വേറൊരാൾക്കാരെ രക്ഷിക്കുന്ന പദ്ധതി ഒരിക്കലും നിലവിലില്ല. ഇന്ന് കർത്താവിന്റെ ക്രൂശിലൂടെയാണ് നമുക്ക് രക്ഷ. ആ രക്ഷ എല്ലാവർക്കും ഒരുപോലെ, യഹൂദനൊന്നുമില്ല യവനൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ ആർക്കും ഒരു പ്രത്യേക പ്രാമുഖ്യം ഉള്ള കാലമല്ല ഇത്. എന്നാൽ ഈ കാലഘട്ടത്തിന് തിരശീല വീഴും, ഇത് കഴിയും. അത് കഴിഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ പ്രൊഡക്റ്റിനെ ദൈവം ചേർക്കും. അങ്ങനെ നാം സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം ദൈവത്തിന്റെ പദ്ധതി, യഹൂദനോടുള്ള ദൈവിക പദ്ധതി നിറവേറും. അന്ന് ആ 7 വർഷത്തെ മഹാപീഡനകാലം ആരംഭിക്കും. 666 ഒക്കെ ഇവിടെ ഉണ്ടാകും. ആ ഒരു വലിയ യാക്കോബിന്റെ കഷ്ടം എന്ന് പറയുന്ന കാലഘട്ടത്തിൽ കൂടെ അവർ കടന്നു പോകും. അവരെ ദൈവം ശോധന ചെയ്യും. പൊന്ന് ഊതി കഴിക്കുന്നത് പോലെ, വെള്ളി ഊതി കഴിക്കുന്ന പോലെ അവർ ശോധന ചെയ്ത് അതിൽ നിന്ന് അവർ വെളിയിൽ വരും. അവർക്ക് സ്വർഗരാജ്യ പ്രവേശനം ലഭിക്കും. അതെല്ലാം അവരോടുള്ള ദൈവിക പദ്ധതിയാണ്. കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവായിട്ട് മടങ്ങി വരും. കർത്താവ് മടങ്ങി വരുമ്പോൾ ഒലിവ് മലയിൽ കർത്താവിന്റെ പാദം ചവിട്ടുകയും ആ ഒലിവ് മലയിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം യെരൂശലേം ദേവാലയത്തിന്റെ കിഴക്കേ വാതിലിൽ കൂടി അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അങ്ങനെ യെരൂശലേം ദേവാലയത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കും. അവൻ അങ്ങനെ 1000 ആണ്ട് ഈ ഉലകത്തെ വാഴും. ഈ എന്താ പറയുന്നത്, ഈ യഹൂദയുടെ സിംഹമായിരുന്ന ആ കർത്താവ് ദാവീദിന്റെ സിംഹാസനത്തിൽ നിന്ന് ഈ ലോകത്തെ മുഴുവനും വാഴും. ഇതെല്ലാം അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിറവേറേണ്ടുന്ന കാര്യങ്ങളും. ഈ കിഴക്കേ വാതിലിൽ കൂടി ദൈവം തിരിച്ച് യെരൂശലേം ദേവാലയത്തിലേക്കൊക്കെ വരുമെന്ന് പറയുന്നത് ഈ അതേ സമാനമായ സംഗതികൾ ബൈബിളിൽ നടന്നിട്ടുള്ളത് ഞാൻ ഇതിനു മുമ്പ് നിങ്ങളെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെമ്മറി ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് ഞാൻ ആ വിഷയം ഒന്ന് പറഞ്ഞുറപ്പിച്ച് ഈ റോമാലേഖനത്തിന്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് വരാം. കാര്യം ആ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരിക്കണം. എസെക്കിയേൽ പ്രവചനം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ 9, 10, 11 അധ്യായങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഞാൻ അപ്പോസ്തല പ്രവർത്തികൾ പഠിപ്പിച്ചപ്പോൾ ആ ഭാഗമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഒന്നൊന്ന് തൊട്ട് പെട്ടെന്ന് പറഞ്ഞുവിടാം. എസെക്കിയേൽ പ്രവചനം
എസെക്കിയേൽ പ്രവചനം 9-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. എസെക്കിയേൽ പ്രവചനം 9-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം കാണിക്കാം. അവിടെ പറയാണ്, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം അതിരുന്നിരുന്ന കെരൂബിന്മേൽ നിന്ന് ആലയത്തിന്റെ ഉമ്മരപ്പടിക്കൽ വന്നിരുന്നു. അതായത് ദൈവത്തിന്റെ മഹത്വം അവിടെ നിന്ന് ഇറങ്ങി പോവുക, യെരൂശലേം ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി പോവുക. ആ 9-ാമത്തെ അധ്യായം മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എന്ത് കാരണം കൊണ്ടാണ് ഇറങ്ങി പോകുന്നത്. ദൈവം ഇസ്രായേലിനോട് കോപിച്ചും അവരുടെ അന്യദൈവ ആരാധനയും അവരുടെ മ്ലേച്ഛതയും കണ്ടിട്ട് ദൈവത്തിന്റെ മഹത്വം ആ കെരൂബുകളിന്മേൽ നിന്ന് അതിപരിശുദ്ധ സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു ഭാഗമായി വായിക്കുന്നത്. അതിന്റെ 10-ാമത്തെ അധ്യായം കണ്ടില്ലയോ? ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാക്കാം. അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം വായിക്കാനായിട്ട് അവിടെ നിൽക്കുന്നില്ല. 10-ാമത്തെ അധ്യായം കണ്ടോ? അവിടെ പറയാണ്, പിന്നെ യഹോവയുടെ മഹത്വം ആലയത്തിന്റെ ഉമ്മരപ്പടി വിട്ട് പുറപ്പെട്ട കെരൂബുകളിന്മേൽ വന്നു. അവിടെ നിന്നും പുറപ്പെട്ടു പോവുക, കെരൂബുകളിന്മേൽ വന്നു നിന്ന്. അപ്പോൾ കെരൂബുകൾ ചിറക് വിടർത്തി. ഞാൻ കാണുക ഭൂമിയിൽ നിന്ന് മേലോട്ട് പൊങ്ങി. അവ പൊങ്ങിയപ്പോൾ ചക്രങ്ങളും ചേർത്ത് തന്നെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ യഹോവയുടെ ആലയത്തിന്റെ കിഴക്കേ പടിവാതിക്കൽ ചെന്ന് നിന്നു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം പോലെ അവയ്ക്ക് മീതെ നിന്നു. കണ്ടോ? അവിടെ നിന്നും അതിപരിശുദ്ധ സ്ഥലത്ത് നിന്നും പരിശുദ്ധ സ്ഥലത്ത് ഉമ്മരപ്പടിമേൽ വരികയും അവിടെ നിന്നും പ്രാകാരത്തിലേക്ക് വരികയും അവിടെ നിന്നും പ്രാകാരത്തിന് വെളിയിൽ ഇറങ്ങി ഈ എന്താ പറയുന്നത്, കെരൂബുകളിൽ കൂടെ അവിടെ നിന്നും വെളിയിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ് പറയുന്നത്. 11-ാമത്തെ അധ്യായം കൂടെ കാണിക്കാം. 11-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. 11-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. അവിടെ പറയുകയാണ്, അനന്തരം ആത്മാവനെ എടുത്ത് യഹോവയുടെ ആലയത്തിൽ കിഴക്കോട്ട് ദർശനമുള്ള കിഴക്കേ പടിവാതിൽ കൊണ്ടുപോയി. ഇതാണ് അവരുടെ ഈസ്റ്റ് ഗേറ്റ് എന്ന് പറയുന്നത്. ഒരു വലിയ ഗേറ്റാ. പടിവാതിലിന്റെ പ്രവേശനത്തെങ്കിൽ ഞാൻ 25 പുരുഷന്മാരെയും അവരുടെ നടുവിൽ ജനത്തിന്റെ പ്രഭുക്കന്മാരായ അസൂറിന്റെ മകനായ അനസ്യാവേയും ബനയാവിന്റെ മകൻ പെലത്യാവേയും കണ്ടു. ഇതൊക്കെ 22-23 കാണിക്കാം. ഇതിന്റെ 22-23 22 പറയുന്നുണ്ടോ? അനന്തരം കെരൂബുകൾ ചിറക് വിടർത്ത് ചക്രങ്ങളും ചേർത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം മേലെ അവയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. യഹോവയുടെ മഹത്വം നഗരത്തിന്റെ നടുവിൽ നിന്ന് മേലോട്ട് പൊങ്ങി നഗരത്തിന് കിഴക്ക് വശത്തുള്ള പർവ്വതത്തിന്മേൽ നിന്നു. കണ്ടോ? ആ ഒരു ആലയവുമായിട്ടൊക്കെ നോക്കുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ ലൈനപ്പ് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. അതുവഴി ഇറങ്ങിക്കഴിഞ്ഞാൽ കിഴക്കേ വാതിൽ അതുമായിട്ട് കറക്റ്റ് ലൈനപ്പ് ആവുക. ആ കിഴക്കേ വാതിലിൽ കൂടി നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഒലിവ് മലയാ. അതിപരിശുദ്ധ സ്ഥലത്തു നിന്നും പരിശുദ്ധ സ്ഥലത്ത് വന്നു, പരിശുദ്ധ സ്ഥലത്തു നിന്നും പ്രാകാരത്തിൽ വന്നു. അവിടെ നിന്ന് ഇറങ്ങി കിഴക്കേ വാതിൽ കൂടി ഇറങ്ങി ഒലിവ് മലയിലേക്ക് പോയിരിക്കുക. അങ്ങനെ ഒലിവ് മലയിൽ നിന്നും ആ ഒരു മഹത്വം അവിടുന്ന് ഇറങ്ങിപ്പോയിരിക്കുക. അങ്ങനെ ഇറങ്ങിപ്പോയിരിക്കുന്ന മഹത്വം വീണ്ടും തിരിച്ചു വരുന്ന ഒരു ഭാഗമുണ്ട്. ഈ എസെക്കിയേൽ പ്രവചനത്തിൽ തന്നെ 43-ാമത്തെ അധ്യായത്തിൽ അത് ആ ദൈവത്തിന്റെ മഹത്വം തിരികെ വരുന്നതിനെ കുറിച്ച് പറയുക. തിരിച്ചു വരുന്നതും അതേ ഗേറ്റിൽ കൂടി തന്നെ മടങ്ങി വരിക. ഇത് കണ്ടില്ലയോ? അനന്തരം അവൻ എന്നെ ഗോപുരത്തെങ്കിലേക്ക്, കിഴക്കോട്ടുള്ള ഗോപുരത്തെങ്കിലേക്ക് തന്നെ കൊണ്ടുചെന്നു. അപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തേജസ് കിഴക്ക് വഴിയായിട്ട് വന്നു. ഈ കിഴക്കെന്ന് പറയുന്നത് ഒലിവ് മലയാ. ആ ഒലിവ് മലയിൽ വന്നിട്ട് അവിടെ നിന്ന് വന്ന് നേരെ അവിടെ നിന്നും ഒരു മൈൽ ദൂരമാണ് ഈ യെരൂശലേം ദേവാലയത്തിന്റെ കിഴക്കേ വാതിൽ. അവിടെ വന്ന് അതിന്റെ മുഴക്കം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. ഭൂമി അവന്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. അങ്ങനെ ആ ഒരു ദൈവത്തിന്റെ മഹത്വം കണ്ടില്ലോ? ഭൂമി മുഴുവൻ പ്രകാശിക്കുക, സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ ആ പ്രകാശത്തോട് വരിക. ഇത് ഞാൻ കണ്ട ദർശനം പോലെ ആയിരുന്നു. നഗരത്തെ നശിപ്പിപ്പാൻ ഞാൻ വന്നപ്പോൾ കണ്ട ദർശനം പോലെ തന്നെ. ഈ ദർശനങ്ങൾ കേബാർ നദീതീരത്ത് വെച്ച് ഞാൻ കണ്ട ദർശനം പോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ കവിണ്ണു വീണു. ഇത് എസെക്കിയേൽ പണ്ട് കേബാർ പ്രവാസത്തിലായിരുന്നപ്പോൾ ഇതുപോലെ ദൈവം കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരുന്നു ദൈവത്തിന്റെ തേജസ് എന്ന് പറയുക. യഹോവയുടെ തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി ആലയത്തിലേക്ക് പ്രവേശിച്ചു. കണ്ടോ? ആലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ തേജസ് തിരിച്ചതുപോലെ ആലയത്തിലേക്ക് പ്രവേശിക്കുക. ആത്മാവനെ എടുത്ത് അകത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുവന്നു. യഹോവയുടെ തേജസ് ആലയത്തെ നിറച്ചിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആ കിഴക്കേ വാതിലിൽ കൂടി ആലയത്തിലേക്ക് വന്ന് പ്രാകാരത്തിൽ കൂടി അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ആ മഹത്വം പോയിരിക്കുക. ആ മഹത്വം അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്നത് കാരണം ആ പ്രാകാരത്തിലേക്ക് കൊണ്ടുവന്ന് യഹോവയുടെ തേജസ് ആലയത്തെ നിറച്ചിരിക്കുന്നത് കാണുക. ഈ 1-2 പിക്ചറുകളിലൂടെ ഞാൻ കാണിക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാകും. ഈ ഒരു ഭാഗം കണ്ടോ? ഈ കർത്താവ് ദൈവത്തിന്റെ തേജസ് ഇതുപോലെ ഭയങ്കര മഹത്വം അവിടുന്ന് ഇറങ്ങി പോയിരിക്കുന്ന ഭാഗത്തെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. ഈ കർത്താവിന്റെ ഈ ഒരു ട്രയംഫ് എൻട്രി എന്ന് പറയുന്ന ഈ ഹോശാന അല്ലെന്നുണ്ടെങ്കിൽ ഈ പെസഹ ദിവസം കർത്താവ് കുതിരപ്പുറത്ത് കയറി വരുന്നത് ഈ കിഴക്കേ വാതിൽ കൂടിയാണ് ആലയത്തിലേക്ക് കയറി വരുന്നത്. ഈ വാതിൽ ഇന്ന് അടച്ചിരിക്കുക. നിങ്ങൾക്ക് ഈ കാണുന്ന ഈ വാതിലാണ് കിഴക്കേ വാതിൽ എന്ന് പറയുന്നത്. ഇത് അടച്ചിരിക്കുക. ഇന്ന് ഇത് പെർമനന്റ് ആയിട്ട് അടച്ചിരിക്കുക. കാര്യം ഇതുവഴി അങ്ങനെ കർത്താവ് വരുമെന്ന് അറിയാവുന്നത് കൊണ്ടുകൂടെ അതിനെ മൊത്തമായിട്ട് സീല് ചെയ്തിരിക്കുക.
അവര് ഇത് തുറക്കുമെന്നും ഒരു കാലത്ത് ഇത് തുറക്കപ്പെടുമെന്നും ഇതുവഴി ദൈവത്തിന്റെ മഹത്വം ഉള്ളിലേക്ക് യെരൂശലേം ദേവാലയത്തിലേക്ക് വരുമെന്നും എല്ലാം അവർക്ക് അറിയാവുന്ന വസ്തുതയാണ്. അതിനു വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളാണ്. അപ്പം ഇവരുടെ ഈ ഒരു വിളിയും തിരഞ്ഞെടുപ്പും ഒക്കെ ദൈവം എന്നേക്കുമായിട്ട് വിട്ടുകളഞ്ഞു എന്ന് നമുക്ക് വിശ്വസിക്കുവാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ പറയുവാനായിട്ടോ പഠിപ്പിക്കുവാനായിട്ടോ കഴിയത്തില്ല. കാര്യം അവരോട് ദൈവം ചെയ്തിരിക്കുന്ന നിയമവും ഉടമ്പടിയും വാഗ്ദത്തങ്ങളുമാണ്. അത് നിവൃത്തിയായേ തീരത്തുള്ളൂ. തിരുവചനത്തിൽ ദൈവം അവരോട് സംസാരിച്ചിരിക്കുന്ന പരിശുദ്ധ ആത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്നത് ദൈവദൂതന്മാര് പോയി എസെക്കിയേലിനോടും യെശയ്യാവിനോടും യെരമ്യാവിനോടും ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായി എഴുതിയിരിക്കുന്നത്. അപ്പൊ അവരെ കൈവിട്ട് കളഞ്ഞു. അവരുടെ പദ്ധതിക്ക് പകരം നമ്മളെ എടുത്തു, നല്ല ഒലിവായിരുന്നു, നമ്മളെ വെട്ടി ഒട്ടിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിന്റെ ആ വസ്തുത എന്താണെന്ന് വാസ്തവമായിട്ട് മനസ്സിലാക്കണം. അവരോട് പറഞ്ഞിരിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങൾ ദൈവം നിറവേറ്റും. അത് ദൈവവും അവരുമായിട്ടുള്ള ദൈവിക ഉടമ്പടികളാണ്. കർത്താവ് ഈ ലോകത്തിൽ ജനിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നൊരു ഭാഗം കണ്ടില്ല, 32, 33. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 32, 33 വാക്യങ്ങൾ കണ്ടില്ല. അവിടെ പറയണം, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തെ അവന് കൊടുക്കും. മനസ്സിലാകുന്നുണ്ട് ഇതെന്താ പറയുന്നത്? പിതാവായ ദൈവം അവന്റെ പിതാവായ ദൈവത്തിന് ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അതായത് യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ ദാവീദിന്റെ സിംഹാസനത്തിലിരുന്ന് ഈ ഉലകത്തെ വാഴും. ഇത് കർത്താവ് ജനിക്കുമ്പോൾ, കർത്താവ് യേശു ക്രിസ്തു ജനിക്കുമ്പോൾ ഇവിടെ അവരോട് പറയുന്ന പ്രവചന വാക്യങ്ങളാണ്. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവന്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിലൊന്നും അവർ അജ്ഞരല്ല. അതിനു വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുന്നത്. അത് അവരുടെ ഒരു വലിയ ദൈവിക പദ്ധതിയാണ്. ദൈവം അവരെ അതിനുവേണ്ടി വിളിച്ചിരിക്കുക. അതുകൊണ്ടാണ് അവർ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ അവരോട് ദൈവം ചോദിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ സ്വർഗാരോഹണം ചെയ്യപ്പെടുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോവുകയാണെന്ന് പോയതുപോലെ വീണ്ടും വരും എന്നൊക്കെയുള്ള വിഷയം സംസാരിക്കുമ്പോൾ അവർ കർത്താവിനോട് ചോദിക്കുക, ലാസ്റ്റിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്നുണ്ടോ, ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവെ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആയി ഈ വിഷയം. കർത്താവെ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. ഇതിനെയെല്ലാം ക്രിസ്ത്യാനി കംപ്ലീറ്റ് ആയിട്ട് തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുക, തെറ്റായിട്ട് പഠിപ്പിച്ചിരിക്കുക. ഞാൻ തെറ്റെന്ന് പറയുമ്പോൾ നിങ്ങൾ അതിശയം വിചാരിക്കേണ്ട, അങ്ങനെ ആയതുകൊണ്ടാണ് പറയുന്നത്. അത് 99% ഈ രീതിയിലാണ് കാര്യങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതെല്ലാം പറയുന്നത് ദാവീദിന്റെ സിംഹാസനത്തിൽ നിന്ന് കർത്താവ് അവരെ വാഴുന്ന കാര്യമാണ്. ഇതൊന്നും അവര് റോമൻ ആധിപത്യത്തിലാണ്, റോമ സാമ്രാജ്യമാണ് അവരെ ഭരിക്കുന്നത്. അതുകൊണ്ട് അവർ അടിമത്തത്തിലായി പോയി. അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം വേണം. അതുകൊണ്ട് അവർക്ക് എന്ന് കർത്താവ് ഈ ഫ്രീഡം അവർക്ക് കൊടുക്കും, റോമൻ അധികാരത്തിൽ നിന്ന് എന്ന് അവർ മാറ്റപ്പെടും എന്ന് അവർ ഈ ചോദിക്കുന്നത്. കർത്താവ് വലിയ ആത്മീയ വിഷയങ്ങളെയൊക്കെ പറഞ്ഞിട്ട് സ്വർഗാരോഹണം ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും അവർ ചോദിക്കുന്നത് ഞങ്ങൾക്ക് രാജ്യം എന്ന് തരുമെന്നാണ് എന്നൊക്കെ പറഞ്ഞ് പല ഉപദേശിമാർ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഞാൻ ഒരു ഫേമസ് കേരളക്കരയില് ഉലകം മുഴുവനും മലയാളികളുടെ ഇടയിൽ ഫേമസ് ആയിരിക്കുന്ന ഒരു പ്രാസംഗികൻ UAE അദ്ദേഹത്തിന്റെ 3 ദിവസത്തെ ഒരു ക്ലാസ് നടക്കുന്നത് ശ്രദ്ധിച്ചു. അവിടുത്തെ അദ്ദേഹത്തിന്റെ വിഷയം ഇത്. അദ്ദേഹം പറയുന്നത് അവര് റോമൻ ഭരണത്തിൽ നിന്ന് എന്ന് മാറ്റപ്പെടും എന്നുള്ള വിഷയമാണ് അവർ കർത്താവിനോടും ചോദിക്കുന്നതെന്ന്. ഇത്ര അജ്ഞതയാണ് ഇന്ന് ക്രിസ്തീയ ലോകത്തിന്, ക്രിസ്തീയ നേതാക്കന്മാർക്കുള്ളത്. നിങ്ങൾക്കറിയാമോ, ലൂക്കോസിന്റെ സുവിശേഷം 24, 25 വാക്യം ഞാനൊന്ന് കാണിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിന്റെ 25 വാക്യം. 24-ാമത്തെ അധ്യായം, സോറി, ഞാനൊന്ന് എടുത്തോട്ടെ. 24-ാമത്തെ അധ്യായം അതിന്റെ 25 വാക്യം. അവിടെ പറയാണ്, ഇത് കണ്ടില്ല, അവിടെ പറയാണ്, അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചു തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. സോറി, എൻ്റെ ആ റെഫറൻസ് മാറിപ്പോയി. ഇവിടെ കർത്താവ് പറയുന്നത്
സോറി, എനിക്ക് ആ റെഫറൻസ് മാറിപ്പോയി. ഇവിടെ പറയുന്നത് കർത്താവ് ഈ സത്യങ്ങളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം അവരുടെ കണ്ണ് തുറന്നു, അവരുടെ ബുദ്ധിയെ തുറന്നു എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അതായത് കർത്താവ് ഉയർപ്പതിന് ശേഷം, ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഏകദേശം 40 നാളോളം അവരോട് കൂടെ ആയിരുന്നു. എന്നിട്ട് അവരുടെ കണ്ണ് ദൈവം തുറന്നു, അവരുടെ ബുദ്ധി ഈ കാര്യങ്ങളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം ദൈവം അവരുടെ ബുദ്ധിയെ തുറന്നു എന്ന്, തിരുവചനങ്ങൾ ഗ്രഹിപ്പാൻ അവരുടെ ബുദ്ധിയെ തുറന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികളിൽ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നോക്കിക്കഴിഞ്ഞാൽ, പ്രവൃത്തി 1-ന്റെ 3-ാമത്തെ വാക്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പറഞ്ഞു കണ്ടോ, അവിടെ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളിൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇവിടേക്ക് എന്താ പറയുന്നതെന്ന് അറിയാമോ? കർത്താവ് മരണ പുനരുദ്ധാനത്തിന് ശേഷം, ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 ദിവസം അവർക്ക് പ്രത്യക്ഷനായിക്കൊണ്ട് അവരോട് സംസാരിക്കുന്ന വിഷയം എന്തുവാ? ദൈവരാജ്യം എന്ന വിഷയമാണ്. ഇവിടെ പറയുന്നുണ്ടോ, പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. 2-ാമത്തെ വാക്യത്തിൽ അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ. എന്ത് വിഷയങ്ങള്? ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ അവരോട് സംസാരിക്കുക. ഈ ദൈവരാജ്യം ഏത് രാജ്യമാ? അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തിരിക്കുന്ന ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ അവരോട് സംസാരിച്ചു. എന്നിട്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുക, ആ തിരുവചനങ്ങളെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം ദൈവം അവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ തുറക്കുക. അങ്ങനെ അടഞ്ഞിരുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാതിരുന്ന അവർക്ക് ദൈവം പ്രത്യേക കൃപയാൽ അവരുടെ ബുദ്ധി തുറന്നിരിക്കുക. അതിനുശേഷം ദൈവം ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 നാളോളം അവരോട് നടന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് അവരോട് വീണ്ടും അവരെ ആ വിഷയത്തിൽ ഉറപ്പിക്കുക, അവരുടെ പ്രോമിസ് എന്താണെന്ന്. അതുകൊണ്ടാണ് അവർ അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ചോദിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മളിപ്പോൾ വായിച്ച ഭാഗം തന്നെ അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ചോദിക്കുക, ഇത്രയും കാര്യങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് അവർ ചോദിക്കുന്നത്, അവർ അവനോട് കർത്താവേ, നീ ഇസ്രായേൽ നീ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. ചോദിക്കാൻ കാര്യം അതാ, അവരുടെ പിതാക്കന്മാർ മുതലേ തലതല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്ന ആ വാഗ്ദത്തമാണ് സ്വർഗരാജ്യം എന്നുള്ളത്. അത് മനസ്സിലാക്കാൻ ദൈവം അവരുടെ കണ്ണ് തുറന്നിരിക്കുക, അവരുടെ കാത് തുറന്നിരിക്കുക അതിനു വേണ്ടിയിട്ട്. അതിനുശേഷം കർത്താവ് അവരോട് പേഴ്സണലായിട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 നാൾ അവരോട് കൂടെ വെളിപ്പെട്ട ആ സ്വർഗരാജ്യം എന്ന വിഷയത്തിൽ അവരെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കർത്താവ് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെ കർത്താവിനോട് ചോദിക്കുക, ആ സ്വർഗരാജ്യം നീ എന്ന് ഞങ്ങൾക്ക് യഥാസ്ഥാനത്താക്കി തരുമെന്ന് ചോദിക്കുക. ആ സ്വർഗരാജ്യം എന്നുള്ളത് അവരുടെ പദ്ധതിയാണ്. ഇവിടെ നമുക്ക് ആ സ്വർഗരാജ്യം ഓൾറെഡി വന്നിരിക്കുന്നു, നാം ഇവിടെ സ്വർഗരാജ്യത്തിലാണ് താമസിക്കുന്നത്, ഇപ്പോൾ അത് നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്നൊക്കെ പഠിപ്പിച്ചിരിക്കുന്നുണ്ട്. യഥാർത്ഥ സത്യവും ആ വചനങ്ങളും തമ്മിൽ പൊരുത്തപ്പെടത്തില്ല. അങ്ങനെ പൊരുത്തപ്പെടാതെ വരുമ്പോൾ അതിനെ ഹാർമണൈസ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള കഥകൾ കെട്ടിച്ചമയ്ക്കും. അതുകൊണ്ടാണ് ഈ സ്വർഗരാജ്യം അല്ലെന്നുണ്ടെങ്കിൽ ദൈവരാജ്യം എന്ന് പറയുന്നത് ഇന്ന് നമ്മളായിരിക്കുന്ന സഭയാണ്, ഈ കാലഘട്ടത്തെയാണ് ദൈവരാജ്യം എന്ന് പറയുന്നതൊക്കെ. വി ആർ ട്രൈയിങ് ടു ആൾട്ടർ ദ പ്രൊഫസീസ് ടു ഹാർമണൈസ് ഇറ്റ് വിത്ത് ദ പ്രസന്റ് ഡിസ്പെൻസേഷൻ. ഈ കാലഘട്ടത്തിലുള്ള ദൈവിക പദ്ധതിയുമായിട്ട് അതിനെ ഹാർമണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഐഡിയകളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാലാകാലങ്ങളായിട്ട് പഴയ നിയമം മുതൽ പിതാക്കന്മാർ പോലും പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളും തിരുവചനങ്ങളും മുഴുവനും ഓൾട്ടർ ചെയ്യേണ്ടതായിട്ട് വരികയാണ്. ദൈവിക അനുഗ്രഹങ്ങളും ദൈവിക വാഗ്ദത്തങ്ങളും പ്രവാചകന്മാരിൽ കൂടി എഴുതി തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓൾട്ടർ ചെയ്യേണ്ടതായിട്ട് വരിക. നമ്മൾ ഇന്ന് ഇസ്രായേലിനോട് ചേർത്ത് നമ്മളെ ബന്ധിച്ചു, നമ്മൾ അവരുടെ അനുഗ്രഹങ്ങൾക്ക് ഭാഗമായി, നമ്മളിന്ന് അവരുടെ അവർക്ക് പകരം നമ്മൾ ആ അനുഗ്രഹത്തിലേക്ക് വന്നു എന്നൊക്കെ പഠിപ്പിച്ചു കഴിയുമ്പോഴത്തേന് ഈ ഒരു 11-ാം അധ്യായത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നറിയേണ്ടത് ദൈവത്തിന്റെ ഇപ്പോഴത്തെയും വരുവാനുള്ളതുമായ പദ്ധതികളെ ഗ്രഹിക്കുവാൻ അത്യന്താപേക്ഷിതമാണ്. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയി ഈ 11-ാമത്തെ അധ്യായം. ദൈവം ഇസ്രായേലിനെ കൈവിട്ടിട്ട് ജാതികളായിരുന്ന നമ്മെ ചേർത്ത് നമുക്ക് അനുഗ്രഹങ്ങൾ എല്ലാം അതിനു പകരമായിട്ട് നമുക്ക് തന്നു എന്നല്ല ഈ അധ്യായത്തിൽ പറയുന്നത്. പ്രത്യുത ദൈവം ഇസ്രായേലിനെ ഒരു രാജ്യമായിട്ട് രക്ഷിക്കുന്ന ഒരു പദ്ധതി ദൈവത്തിന് ഉണ്ടായിരുന്നു. അതായിരുന്നു പിതാക്കന്മാരോട് ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നത്. ഒരു സമൂഹമായിട്ട് ദൈവം അവരെ രക്ഷിക്കുന്ന പദ്ധതി, അത് പിതാക്കന്മാർ കൊടുത്തിരുന്ന വാഗ്ദത്ത പദ്ധതിയാണ്. ദാറ്റ് ഈസ് ഓൺ ഹോൾഡ്. ഈ കാലഘട്ടത്തിൽ അത് ദൈവം നിർത്തി വെച്ചിരിക്കുകയാണ്, അതൊരു ഹോൾഡിലാണ്. അതിന്റെ അർത്ഥം അതിനെ എന്നേക്കുമായിട്ട് ദൈവം ഉപേക്ഷിച്ച് കളഞ്ഞു എന്നല്ല, അതിനെ പെർമനന്റ് ആയിട്ട് ദൈവം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നല്ല. ദൈവത്തിന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ദൈവം ഇതെല്ലാം എൻഡ് ടു എൻഡ് അറിയാവുന്ന ദൈവമാണ്.
അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവം അവരെ ഒരു ടെമ്പററി ആയിട്ട് ഹോൾഡ് ചെയ്തിരിക്കുക. ദൈവം അവരെ ഒന്നടങ്കം അടച്ച് തള്ളിക്കളഞ്ഞിട്ടില്ല. ഇന്ന് ഒരു യഹൂദനും രക്ഷയില്ല, അവര് പണ്ട് എന്റെ ജനമായിരുന്നു, അവര് ശപിക്കപ്പെട്ടു പോയി, ഇനി അവർക്ക് യാതൊരു രക്ഷയുമില്ല എന്ന് പറഞ്ഞ് അവരെ ഒന്നടങ്കം അടച്ചു കളഞ്ഞിട്ടില്ല. അവരുടെ പദ്ധതിയെ എന്നേക്കുമായിട്ട് പെർമനന്റ് ആയിട്ട് ദൈവം നിർത്തിവെച്ചിട്ടുമില്ല. ഇതെല്ലാം ടെമ്പററിയാ. അവരിൽ നിന്ന് ഇന്നും ജനങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് കഴിയും. എന്നാൽ അവരെ ഒരു രാജ്യമായിട്ട് രക്ഷിക്കുന്ന പദ്ധതി പ്രസന്റ്ലി ഓൺ ഹോൾഡ് ആണ്. ആ ഹോൾഡ് പീരീഡിൽ ദൈവം സ്വർഗത്തിൽ മറച്ചു വെച്ചിരുന്ന കൃപായുഗം എന്ന് പറയുന്ന സ്വർഗീയ പദ്ധതി ആരംഭിച്ചിരിക്കുക. അതിൽ യഹൂദനെന്നും യവനനൊന്നുമില്ല, സകല മനുഷ്യർക്കും രക്ഷിക്കപ്പെടാൻ പറ്റും. നിങ്ങൾക്ക് ഈ വിഷയമെല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഇതിനോടകം മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുക. ഗോഡ് ഡിഡ് നോട്ട് കാസ്റ്റ് അവേ ഇസ്രായേൽ ടോട്ടലി ആൻഡ് പെർമനന്റ്ലി. അവരെ എന്നേക്കുമായിട്ട് ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. റോമാലേഖനം 11:1 വാക്യത്തിൽ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ആരംഭിക്കുക. റോമാലേഖനം 11 അതിന്റെ 1 വാക്യം. അവിടെ ഒരു വലിയ ചോദ്യമാണ് ചോദിച്ചുകൊണ്ട് ഈ അധ്യായം ആരംഭിക്കുന്നത്. എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് ബാക്കി പറയുന്നത്. 2 വാക്യം മുതൽ 5 വാക്യം വരെ ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് പറയുന്നത്. 1 ചോദ്യം, എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞു. എത്രമാത്രം ഇമ്പോർട്ടന്റ് ചോദ്യമാണെന്നറിയാമോ? സ്വജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തി ഇവരെന്റെ ജനമെന്ന് പറഞ്ഞ് ഇവരെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ജനമാണ്. ആ ജനത്തെ ദൈവം തള്ളിക്കളഞ്ഞു എന്ന് ചോദിക്കുക, അവരെ വിട്ടുകളഞ്ഞു എന്ന് ചോദിക്കുക. ഇതിന്റെ ആൻസറാണ് അടുത്ത വാക്യങ്ങളിൽ പറയുന്നത്. ദൈവം സ്വജനത്തെ പെർമനന്റ്ലി ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല. അടുത്ത വാക്യത്തിൽ പറയുന്നത് കണ്ടോ? അടുത്ത വാക്യം പറയുകയാണ്, ഒരു നാളുമില്ല, അങ്ങനെ ഒരിക്കലും ദൈവം ചെയ്തിട്ടില്ല. ഞാനും ഇസ്രായേലിയനല്ലോ, അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. ഇവിടെ പോൾ പറയുകയാണ് അവര് വീണുപോയി എന്നുള്ളത് ശരിയാണ്, ബട്ട് നോട്ട് പെർമനന്റ്ലി ഓർ ടോട്ടലി. അതിന് പ്രൂഫാണ് ഞാൻ. എന്നെ നോക്കിക്കേ, ഞാൻ പോളാണ്, ഞാൻ പൗലോസാണ്. ആ കൂട്ടത്തിലുള്ള അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ച ഒരു യഹൂദനാ ഞാൻ. യഹൂദന്മാരിൽ നിന്ന് ജനിച്ച യഹൂദനാ ഞാൻ. എങ്ങനെ പിന്നെ രക്ഷിക്കപ്പെട്ടെന്ന് ചോദിക്കുക. ആ 1 ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാനെന്ന് പറയുക. എന്നാൽ ദൈവം സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല, ഞാനും ഇസ്രായേലിയനല്ലോ, അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. ദൈവം അവരെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഇതെല്ലാം കുറെ ഒരു പഴയ നിയമത്തിൽ നിന്നുള്ള കുറെ റെഫറൻസുകൾ ഞാൻ നിങ്ങളെ കാണിക്കേണ്ടതാണ്. പക്ഷെന്നുണ്ടെങ്കിൽ ആ വാക്യത്തിലേക്ക് പോകാനുള്ള സമയം നമ്മളെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അധികം വാക്യത്തിലേക്ക് പോകുന്നില്ല. ഒരു വാക്യം മാത്രം കാണിക്കാം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം. മത്തായി 23-ന്റെ 37-ാമത്തെ വാക്യം. അവിടെ പറയാണ്, യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ പാർക്കും പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ഇവിടെ ഒന്നും ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ചല്ല പറയുന്നത്, ഒരു രാഷ്ട്രത്തെ കുറിച്ചാണ്. കണ്ടില്ലയോ? യെരുശലേമേ യെരുശലേമേ എന്നാ വിളിക്കുന്നത്. അല്ലാതെ പത്രോസേന്നോ യാക്കോബേന്നോ അല്ലെങ്കിൽ തോമസേന്നോ ഒന്നും അല്ല. യെരുശലേമേ, നിന്നെ ചേർക്കുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. അടുത്ത വാക്യങ്ങളിലൊക്കെ പറയാം, നിങ്ങളുടെ ഭവനം ശൂന്യമായി പോകും. അതായത് ഈ ഇസ്രായേൽ മുഴുവനും ശൂന്യമായി പോകുന്നു പറയുക. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. കർത്താവിന്റെ നാമത്തിൽ ജനം അവിടെ വന്ന് അവരോട് സുവിശേഷം പറയും. അവരനുഗ്രഹിക്കപ്പെട്ടവൻ. നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവ് തിരികെ വരുന്നതിന് മുൻപായിട്ട് അവര് രക്ഷിക്കപ്പെടും. അവർ ദൈവത്തിന്റെ ഭാഗത്തേക്ക് തിരിയും. അനേകർ കർത്താവിലേക്ക് തിരിയും. 1/3 രക്ഷിക്കപ്പെടും. അവര് ആ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നവരെ നിങ്ങൾ എന്നെ കാണത്തില്ല എന്ന് പറഞ്ഞ് ഇവിടെ നിന്നും എങ്ങനെ ദൈവത്തിന്റെ മഹത്വം അതിപരിശുദ്ധ സ്ഥലത്തു നിന്നും പരിശുദ്ധ സ്ഥലത്തു നിന്നും ഒക്കെ ഇറങ്ങി കിഴക്കേ വാതിൽ കൂടി ഒലിവ് മലയിലേക്ക് പോയോ? ഇത് പറഞ്ഞിട്ട് കർത്താവ് ഇതുപോലെ തന്നെ അതിപരിശുദ്ധ സ്ഥലത്ത് നിന്ന് ഇറങ്ങി പരിശുദ്ധ സ്ഥലത്തു കൂടി പ്രാകാരത്തിൽ കൂടി കിഴക്കേ വാതിൽ കൂടി ഇറങ്ങി ഒലിവ് മലയിലേക്ക് പോവുകയാണ്. 24-ാം അധ്യായത്തിലും കാണാം, ഒലിവ് മലയിൽ നിന്ന് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുക. എന്നാൽ ആ പോയതുപോലെ കർത്താവ് മടങ്ങി വരും. ഈ മഹത്വം മടങ്ങി വന്നതുപോലെ തന്നെ ഒലിവ് മലയിൽ കർത്താവ് മടങ്ങി വരും. അങ്ങനെ ഈ കിഴക്കേ വാതിൽ കൂടി കർത്താവ് അകത്ത് വരികയും അതിപരിശുദ്ധ സ്ഥലത്തേക്ക് വരികയും ചെയ്യും. ഇതെല്ലാം ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്ത പദ്ധതികളാണ്. ഈ 1-ാം അധ്യായം, കമ്മിങ് ബാക്ക് ടു റോമാലേഖനം, അതിന്റെ 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിക്കാം. അവിടെ പറയാണ്, 11-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഒരിക്കലും അങ്ങനെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഏലിയാവിന്റെ ചരിത്രത്തിൽ തിരുവെഴുത്ത് പറയുന്നത് അറിയുന്നില്ലയോ? ഏലിയാവിന്റെ ചരിത്രത്തിൽ എന്താണ് പറഞ്ഞത്? അവൻ ഇസ്രായേലിന് വിരോധമായി, കർത്താവെ, അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു,
ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവൻ അരുളപ്പാടുണ്ടായത് എന്ത്? ബാലിന് മുട്ടുകുട്ടാത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ. ഇവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽ ഒരു രാഷ്ട്രമായിട്ട്, യഹൂദൻ ഒരു രാഷ്ട്രമായിട്ട് തിരിഞ്ഞുപോയി. അവർ മുഴുവനും ബാലിനെ അവരുടെ ദൈവമായിട്ട് പ്രഖ്യാപിച്ചു. ഇസ്രായേൽ ഒരു സ്റ്റേറ്റ് മുഴുവനും ബാലിനെ ആരാധിക്കുന്ന സ്റ്റേറ്റ് ആയിട്ട് മാറി. ആ റോമൻ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പാഗൻ ഗോഡ്, ആ ഒരു ദൈവത്തെ, അശേരായ പ്രതിഷ്ഠകളെയും ബാൽ വിഗ്രഹങ്ങളെയും, ഇസ്രായേൽ മുഴുവനും യഹോവയായ ദൈവത്തിന്റെ ആരാധനയില്ല. രാജകൽപ്പനയാ, ആഹാബ് കൽപ്പിച്ചിരിക്കുക. അവർ മുഴുവനും ബാലിന്റെ വിഗ്രഹങ്ങളെ സ്ഥാപിച്ചിരിക്കുക. അങ്ങനെ ആ വിഗ്രഹങ്ങളുടെ മുന്നിൽ വീണ് നമസ്കരിക്കുക, ബാലിന്റെ ആരാധകരായിട്ട് മാറിയിരിക്കുക. ആ സമയത്ത് ഏലിയാവും ചിന്തിച്ചു, ദൈവം ഇവരെ വിട്ട് കളഞ്ഞിരിക്കുകയാണെന്ന്. എന്നാൽ ദൈവം ഏലിയാവിനെ അയച്ച് ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്ന് പറയുക. ഒരു ദിവസം ചെന്നിട്ട് ആഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് പറയുക, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഈ ദേശത്തുണ്ടാകത്തില്ല എന്ന് പറയുക. അങ്ങനെ ആകാശത്തെ മഞ്ഞും മഴയും ഒക്കെ പ്രാർത്ഥിച്ച് ഏലിയാവ് അടച്ചു കളയുക. പിന്നെ ആഹാബുമായിട്ട് നടക്കുന്ന ചില സംഭാഷണങ്ങളൊക്കെ നമുക്കറിയാം. 1 രാജാക്കന്മാർ 18ഉം 19ഉം അധ്യായങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. എന്റെ സമയം ഇന്ന് പെട്ടെന്ന് പോയി, എനിക്കറിയത്തില്ല എത്ര പെട്ടെന്നാണ് ഇന്നത്തെ സമയം പോയതെന്ന്. ആ റെഫറൻസുകളൊക്കെ എടുത്തൊന്ന് കാണിച്ച് എനിക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത്രയും ഭാഗങ്ങൾ ഇന്ന് തീർക്കാൻ തന്നെ കഴിയുമെന്ന് തോന്നുന്നില്ല. എനിവേ, രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാർ 18ആം അധ്യായം 19ആം അധ്യായം ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഈ എന്താ പറയുന്നത്, ഏലിയാവിന്റെ കാലത്ത് ഈ ബാലിന്റെ പ്രവാചകന്മാരും 150 പ്രവാചകന്മാർ അവരുടെ യാഗപീഠം പണിയുകയും, ബാൽ ഒരു യാഗപീഠം പണിയുകയും, രണ്ടിന്റെ പുറത്ത് ഓരോ കാളകളെ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയും, അവരുടെ പ്രാർത്ഥന നടന്നിട്ടൊന്നും അവിടെ ദൈവത്തിന്റെ പ്രസാദം ഉണ്ടായില്ല. എന്നാൽ ഏലിയാവിന്റെ യാഗപീഠത്തിന്മേൽ പ്രാർത്ഥിച്ച് ആമീൻ പറയുന്നതിന് മുൻപായിട്ട് തീ ഇറങ്ങി അതിനെ ദഹിപ്പിക്കുകയും, അങ്ങനെ യഹോവ ഇസ്രായേലിന്റെ ദൈവമെന്ന് ഏലിയാവിൽ കൂടെ പ്രൂവ് ചെയ്യുകയും, ഏലിയാവ് പ്രാർത്ഥിച്ച് മഴ പെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. ഇവിടെ എല്ലാം അങ്ങനെ പ്രയാസമുണ്ടായി. ഏലിയാവ് അവിടെ വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടും ഏലിയാവിന് അതിനുശേഷം വലിയ ഉപദ്രവങ്ങളാണ് നേരിട്ട്. ആഹാബും ഈസബേലും ഒക്കെ ചേർന്നിട്ട് ഏലിയാവിനെ കൊല്ലാനായിട്ട് തുരത്തി ഓടിക്കുന്നതും, കെരീത്ത് തോട്ടിൽ താൻ പോയി താമസിക്കുന്നതും, കാക്കയെ കൊണ്ട് തന്നെ പോഷിപ്പിക്കുന്നതും ഒക്കെ നമുക്കറിയാം. അവർ ചൂരച്ചെടി ചവിട്ടിൽ താൻ കിടന്നുകൊണ്ട് ദൈവത്തോട് പിറുപിറുക്കുകയും ദൈവത്തോട് കുറ്റം പറയുകയൊക്കെ ചെയ്യുന്ന രംഗമൊക്കെ നമുക്ക് അത് വായിച്ചു കഴിഞ്ഞാൽ കാണുവാനായിട്ട് കഴിയും. 1 രാജാക്കന്മാർ പെട്ടെന്ന് ഞാനൊന്ന് പ്രൊജക്ട് ചെയ്തോട്ടെ. 19ആമത്തെ അധ്യായം മാത്രം ഒന്ന് പ്രൊജക്ട് ചെയ്യാം. 1 രാജ 19ആമത്തെ അധ്യായം, അതിന്റെ 19ആം അധ്യായത്തിന്റെ 14ആമത്തെ വാക്യം കാണിക്കാം. 14ആമത്തെ വാക്യം, 19ആം അധ്യായം അതിന്റെ 14ആമത്തെ വാക്യം. അവിടെ പറയാ, അതിനവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു, നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നു, എനിക്കും അവർ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. ഈ ഒരു കൊട്ടേഷനാ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ റോമാലേഖനം 11 കോട്ട് ചെയ്തേക്കുന്നത്. കാര്യം ഏലിയാവ് പറയുകയാണ്, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും നിന്റെ ഒരു ഫേവർ എനിക്ക് വേണ്ടുന്ന പോലെ കിട്ടുന്നില്ല എന്ന് ദൈവത്തോട് കംപ്ലൈന്റ് പറയുക. അവരെന്നെ കൊല്ലുവാൻ നോക്കുന്നു, നമ്മുടെ ആൾക്കാരെ മുഴുവൻ അവർ കൊന്നുകളഞ്ഞു, നിന്റെ പ്രവാചകന്മാരെ അവർ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നു, എന്നെയും അവർ കൊല്ലുവാനായിട്ട് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമാണ്. അവിടെ 18ആമത്തെ വാക്യം കണ്ടില്ലേ, അവിടെ പറയുകയാണ്, എന്നാൽ ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ 7000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഇവരോട് പറയുക. ഈ ഒരു ഭാഗമാ റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ കോട്ട് ചെയ്യുന്നത്. 11ആം അധ്യായത്തിന്റെ 2ആം വാക്യത്തിൽ പറയുകയാണ്, ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഏലിയാവിന്റെ ചരിത്രത്തിൽ അതാ നമ്മളിപ്പോ വായിച്ചു കേട്ടത്. തിരുവെഴുത്ത് പറയുന്നത് അറിയുന്നില്ലയോ എന്ന് പറഞ്ഞിട്ട് ആ ഭാഗം കോട്ട് ചെയ്യുക. അവൻ ഇസ്രായേലിന് വിരോധമായി, കർത്താവേ, അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നു എന്നും അവർ എനിക്കും ജീവഹാനി വരുത്താൻ നോക്കുന്നു എന്നും ദൈവത്തോട് വാദിക്കുമ്പോൾ അവൻ അരുളപ്പാടുണ്ടായത് എന്ത്? ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ. ഇവിടെ എക്കാലത്തും ദൈവത്തിന് കൃപയാൽ ഒരു ശേഷിപ്പുണ്ട്. യഹൂദനൊരു രാഷ്ട്രമായിട്ട് ബാലിന് മുട്ടുമടക്കി അശേര പ്രതിഷ്ഠകളെ വണങ്ങി തുടങ്ങിയപ്പോഴും ദൈവം അതിന് മുട്ടുമടക്കാത്ത ഒരു ശേഷിപ്പിനെ ദൈവത്തിന് വേണ്ടി ശേഷിപ്പിച്ചിട്ടുണ്ട് എന്ന് ഏലിയാവിനോട് പറയുക. ആ ഒരു ശേഷിപ്പിൻ പ്രകാരം അന്നും ഒരു ശേഷിപ്പുണ്ടായിരുന്നു. അത് കൃപയാലുള്ള ശേഷിപ്പ. എന്നൊരു കാര്യം ഇവിടെ മനസ്സിലാക്കണം. കൃപയാലുള്ള ദൈവത്തിന്റെ ആ ഒരു
ഒരു സഹായം അല്ലെന്നുണ്ടെങ്കിൽ ഹെൽപ്പും കൃപയാലുള്ള രക്ഷയും രണ്ടും രണ്ടാണ്. രണ്ട് കാലഘട്ടത്തിലെ രണ്ട് വ്യവസ്ഥിതികളാണ്. ഗ്രേസ് നമുക്ക് തരുന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കാലഘട്ടത്തിലുള്ളത്. എന്നാൽ ആ കാലഘട്ടത്തിൽ ദൈവം കൃപയാൽ അനേകർക്ക് ഫേവറബിൾ ആയിട്ട്, അതായത് സഹായത്തിനായിട്ട് ദൈവത്തിന്റെ കൃപ വ്യാപരിച്ചിരുന്നു എന്നുള്ളത് ശരിയാ. ഈ കാലഘട്ടത്തിൽ നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെടുക. എന്നാൽ ആ കാലഘട്ടങ്ങളിൽ പലപ്പോഴും ദൈവം അവരെ രക്ഷിക്കുകയും അവരെ സേവ് ചെയ്യുകയും അവരെ ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുവാനായിട്ട് ദൈവത്തിന്റെ കൃപ അയച്ചിരുന്നു. ആ കാലഘട്ടത്തിലും ദൈവിക കൽപ്പനകൾ അനുസരിച്ച് അവർ ജീവിക്കണമായിരുന്നു. എന്നാൽ ഇന്നത്തെ കൃപ, ഈ കൃപാ യുഗത്തിലെ കൃപ എന്ന് പറയുന്നത് കർത്താവിന്റെ കൃപയാൽ നാം രക്ഷിക്കപ്പെടുക. വേറെ ഒന്നും, ഒരു പ്രവൃത്തികളും അതിന് ആക്ച്വലി ആവശ്യമില്ല. കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട ആ കാൽവറിയിലൂടെ തുറന്ന രക്ഷാ പദ്ധതിയിലെ ആഴമായ വിശ്വാസത്തിലും സമർപ്പണത്തിലും നാം രക്ഷിക്കപ്പെടുകയാണ്. കൃപയിലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം നാം രക്ഷിക്കപ്പെടുന്ന ഒരു പദ്ധതിയിലാണ് നമ്മളായിരിക്കുന്നത്. ഇവിടെ ദൈവത്തോട് വാദിക്കുമ്പോൾ അവൻ അരുളപ്പാടുണ്ടായത്, ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ടെന്ന് പറയുക. ഈ കാലത്തിലും അതുപോലെ തന്നെ ഒരു ശേഷിപ്പുണ്ട്. ഇസ്രായേൽ ആസ് എ ഹോൾ വീണുപോയിരിക്കുകയാണെങ്കിലും ദൈവം ഒരു കൂട്ടത്തെ ശേഷിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു കൂട്ടം ജനം ഈ ഒരു വിശ്വാസത്തിലേക്ക് വരും. അതുകൊണ്ടാണ് പറയുന്നത്, അത് കൃപയാലാണെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ പൗലോസ് അപ്പോസ്തലൻ എങ്ങനെയാണ് ഈ വിളിയിലേക്ക് വന്നതെന്ന് പറയുക. ദൈവം യഹൂദനെ മുഴുവനും വിട്ടുകളഞ്ഞോ? ഇല്ല. അങ്ങനെ വിട്ടുകളഞ്ഞിരുന്നുവെങ്കിൽ എനിക്കും ഇതിൽ വരാൻ പറ്റത്തില്ല. ഞാനൊരു യഹൂദനല്ലയോ? ദൈവത്തിന് എക്കാലത്തും ഒരു ശേഷിപ്പുണ്ട്. ഇസ്രായേൽ ജനം മുഴുവനും ബാലിനെയും അശേരായെയും ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലും ദൈവം ഏലിയാവിനെ അയച്ച് അവിടെ വലിയ വിടുതൽ നടക്കുമ്പോഴും ദൈവം പറയുന്നത്, ഞാൻ എനിക്ക് വേണ്ടി 7000 പേരെ ശേഷിപ്പിച്ചിട്ടുണ്ട്. ഏലിയാവ് ഒരാൾ മാത്രമല്ല, ഒരു ശേഷിപ്പ്, ഒരു റെമനന്റ് എക്കാലത്തും ഉണ്ട്. അതിൻ പ്രകാരം ഈ കാലഘട്ടത്തിലും അവരിൽ നിന്ന് രക്ഷിക്കപ്പെടുവാനായിട്ട് ദൈവം ഒരു ശേഷിപ്പിനെ കണ്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് ഞാനെന്ന് പറയുക. Paul was part of the remnant according to the election of grace. കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ദൈവം തിരഞ്ഞെടുത്ത ഒരുവനാണ് പോൾ എന്ന് പൗലോസ് അപ്പോസ്തലനോട് പറയുകയാണ്. അടുത്ത വാക്യത്തിൽ, ആകയാൽ എന്ത്? ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. എന്തുവാ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്നും തിരഞ്ഞവരെന്നും ഒക്കെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ചോദിക്കുകയാണ്, ആകയാൽ എന്ത്? വാട്ട് ദെൻ? ഇസ്രായേൽ ഹാത്ത് നോട്ട് ഒബ്റ്റെയിൻഡ് ദാറ്റ് വിച്ച് ഹി സീക്കത്ത് ഫോർ. മനസ്സിലായോ? ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. ഇവിടെ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല എന്ന് പറയുന്നത് എന്താണ്? താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല എന്ന് പറയുന്നത് ദൈവിക നീതി. ഇസ്രായേൽ തിരഞ്ഞത് ആ ദൈവിക നീതി അതവർ പ്രാപിച്ചില്ല. ആസ് എ നേഷൻ അവർക്കത് പ്രാപിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ എന്തുകൊണ്ടാണ് അവർ പ്രാപിക്കാൻ കഴിയാതെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ 10-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചതിന്റെ 3-ാമത്തെ വാക്യമാണ്. 10-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചതുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ഇത് കാരണമാണ് അവർക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവര് ആ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തീരാൻ കഴിയാതെ പോയത്. അവർ ദൈവത്തിന്റെ നീതി എന്താണ് ആക്ച്വലി ദൈവം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇത് തന്നെ പഠിച്ചത്. 9-ാമത്തെ അധ്യായം അതിന്റെ 31-32 വാക്യത്തിൽ നമ്മൾ ഇത് തന്നെ കണ്ടു. അവിടെ പറയുകയാണ്, നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിൽ എത്തിയില്ല. എന്തുകൊണ്ട് എത്തിയില്ല? അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവർത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി ആ ഒരു വിശ്വാസത്തിലേക്ക് എത്തുവാനായിട്ട് കഴിഞ്ഞില്ല. ഇവിടെ പറയുന്നത് ആകയാൽ എന്ത്? 11-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. 11-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ചോദിക്കുകയാണ്, ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. അവരുടെ കണ്ണ് കുരുടായി പോയി. താഴെ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളിൽ പറയുകയാണ്, അവരുടെ കണ്ണ് കുരുടായി പോയി. ദൈവം അവർക്ക് ഇന്ന് വരെ ഗാഠനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അവരുടെ മേശ അവർക്ക് കെണിയും കൊടുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ.
അവരുടെ കണ്ണ് കാണാതെ ഇരുണ്ടു പോകട്ടെ, അവരുടെ മുതുക് എല്ലായ്പ്പോഴും കുനിയണമേ എന്ന് ദാവീദും പറയുന്നു. ഇതെല്ലാം ഓരോരോ പഴയ നിയമത്തിലെ ഭാഗങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് പോൾ ചോദിക്കുകയാണ്, അവരെന്തുകൊണ്ട് തിരഞ്ഞവരെന്തുകൊണ്ട് അത് പ്രാപിച്ചില്ല എന്ന് ചോദിക്കുക. അവരുടെ കണ്ണും കാതും ഒക്കെ ദൈവം അടച്ചു കളഞ്ഞു. അവർക്കൊരു ഗാഠനിദ്ര ദൈവം വരുത്തി. ഗാഠനിദ്ര വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണ് കാണത്തില്ല. അതുപോലെ തന്നെ അവർക്ക് ചെവിയും കേൾക്കാൻ പറ്റത്തില്ല. നല്ല ഉറക്കത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരാളുടെ അടുക്കൽ നമ്മളിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് കേൾക്കാൻ കഴിയത്തില്ല. കാര്യം ഗാഠനിദ്രയിലാണെന്നുണ്ടെങ്കിൽ കണ്ണ് മാത്രമല്ല ചെവിയും കേൾക്കത്തില്ല. ദൈവം അവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ, കാര്യം അവർ ദൈവത്തെ അന്വേഷിക്കാത്തത് കൊണ്ട് തന്നെ ദൈവം അവർക്കൊരു ഗാഠനിദ്ര കൊടുത്തിരിക്കുക. അതുകൊണ്ട് അവരുടെ കണ്ണ് തിരുവചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നതെന്ന് കാണുന്നില്ല. അവരോടുള്ള ദൈവിക ആലോചന എന്താണെന്ന് അവർക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അതുപോലെ അവരുടെ കണ്ണ് കുരുടായി പോയി, അവരുടെ ചെവി മന്ദമായി പോയി. ദൈവം അവർക്കൊരു ഗാഠനിദ്ര കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ദൈവിക ഉദ്ദേശങ്ങൾ അറിയുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന് ഇവിടെ ഈ വാക്യത്തിൽ കൂടെ പറയുകയാണ്. ഇവിടെ പറയുന്നത് ഇസ്രായേൽ താൻ തെരഞ്ഞത് പ്രാപിച്ചില്ല. ആരാണ് ഇസ്രായേൽ? ഇതാണ് ആ രാജ്യമായിട്ട്, ഒരു രാഷ്ട്രമായിട്ട് ദൈവം അവർക്ക് കൊടുത്തിരുന്നത്. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. അതാരാ? അവരിൽ നിന്ന് തന്നെ ഉള്ള തിരഞ്ഞെടുക്കപ്പെട്ടവർ. അതാ പോൾ പറയുന്നത്, ഞാനും ഇസ്രായേലിനല്ലയോ? അവരിൽ ഒരു ചിലരെയെങ്കിലും രക്ഷിക്കാമോ എന്ന് കരുതി ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു എന്ന് പോൾ പറയുക. ഇവിടെ അവരെ ഒരു രാഷ്ട്രമായിട്ട് രക്ഷിക്കുന്ന പദ്ധതിയോ ആ കാലഘട്ടവും അല്ല ഇത്. ആ കാലഘട്ടം മാറി, ആ കാലഘട്ടം പുനഃസ്ഥാപിക്കും. അത് വരാനിരിക്കുന്ന കാലമാണ്. ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരുപോലുള്ള ഒരു ദൈവത്തിലേക്ക് വരാൻ കഴിയും. അത് അവർക്കും വരാൻ കഴിയും. എൻ്റെ സഹോദരങ്ങളാണ്, അവർക്ക് ഇത് മിസ്സായി പോയിരിക്കുക. അതുകൊണ്ട് അവരിൽ ചിലരെ രക്ഷിക്കാമോ എന്ന് കരുതി ഞാൻ അവർക്ക് വേണ്ടി ഈ ശുശ്രൂഷയെ പുകഴ്ത്തുക. അവർ തിരഞ്ഞത് പ്രാപിച്ചില്ല എന്ന് പറയുന്നത് ഒരേ ലംബാണ്, ഒരേ പിണ്ഡമാണ്. ഈ 9-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഒരേ പിണ്ഡത്തിൽ നിന്ന് ദൈവത്തിന് ഒരു പാത്രത്തെ മാനപാത്രത്തിനും ഒരു പാത്രത്തെ ഹീനപാത്രത്തിനുമായി പണിയുവാൻ കുശവന് മണ്ണിന്മേൽ അധികാരമില്ലയോ എന്ന് ചോദിക്കുന്ന ആ ഒരേ പിണ്ഡമായത്. ഇത് രണ്ടും പറയുന്നത് യഹൂദനെ കുറിച്ച്. അല്ലാതെ തിരഞ്ഞത് അവരായിരുന്നു, അവർ പ്രാപിച്ചില്ല, അതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നേ അല്ല ഇതിന്റെ അർത്ഥം. ഈ വാക്യത്തിൽ നമ്മുടെ അഡ്രസ്സേ ഇല്ല. ഈ വാക്യം മുഴുവനായിട്ട് പറയുന്നത് യഹൂദനെ കുറിച്ച്. തിരഞ്ഞതും അവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരും അവരാണ്. ഒത്തിരി പേര് തിരഞ്ഞു, പക്ഷെ അവർ വീണുപോയി. കാര്യം അവർക്ക് ഈ സത്യത്തിൽ എത്തുവാൻ കഴിഞ്ഞില്ല. അവരുടെ ആ ഒരു നീതിയെ അവർ തിരഞ്ഞത് ദൈവഹിതപ്രകാരം അല്ലായിരുന്നുകൊണ്ട് ദൈവം അവരെ വിട്ടുകളഞ്ഞു. അതുകൊണ്ട് ദൈവം അവർക്കൊരു ഗാഠനിദ്ര കൊടുത്തിരിക്കുന്നു. അവരുടെ കണ്ണുകുരുടായി പോയി, അവരുടെ ചെവി മന്ദമായി പോയി. ദൈവിക ഉദ്ദേശം എന്താണെന്ന് അവർക്ക് അറിയുവാൻ കഴിയാതെ പോയിരിക്കുക. ഞാൻ ഇവിടെ നിർത്തുകയാണ്. നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇത്രയും ഫാസ്റ്റായിട്ട് ടൈം ഓടിപ്പോകും എന്ന് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ഇന്ന് ബാക്കി ഭാഗങ്ങൾ തീർക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഇന്ന് അടുത്ത ആഴ്ചകളിൽ 2-3 ആഴ്ച കൊണ്ട് ഈ 11-ാമത്തെ അധ്യായം പഠിച്ചു തീർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. ദൈവം ഇതിലൂടെ നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിച്ചത് മെയിനായിട്ട് ഈ ഒരേ ഒരു വിഷയമാണ്, തിരഞ്ഞവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും. ഇത് രണ്ടും യഹൂദനാണ്. പോള് തന്റെ ഉദാഹരണം പറഞ്ഞ് 1-ാമത്തെ വാക്യം കാണിച്ചിട്ട് 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത് ഞാനും യഹൂദനല്ലയോ എന്ന് പറഞ്ഞ് ഇത് കണ്ടില്ലയോ, ദൈവം തന്റെ സ്വജനത്തെ തള്ളിക്കളഞ്ഞു എന്ന് ചോദിക്കുക. ദൈവം സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞു ഒരു നാളുമില്ല. ഞാനും ഇസ്രായേലിനല്ലയോ, അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവനാ. നമുക്ക് ഇന്നും ഓപ്ഷൻ ഉണ്ട്. യഹൂദനും ഇതിൽ രക്ഷിക്കപ്പെടാം. പക്ഷെ അവന്റെ പ്രീ എമിനൻസ്, അവനൊരു പ്രാമുഖ്യമില്ല. യഹൂദനാസ് എ നേഷൻ നമ്മളെ രക്ഷിക്കുന്ന പദ്ധതി വീണു പോയിരിക്കുക. അതിൽ ദൈവം അവരെ വെട്ടിക്കളഞ്ഞിരിക്കുക. എന്നാൽ രക്ഷിക്കപ്പെടാൻ ഇന്ന് നമുക്ക് അവസരമുണ്ട്. അനേകര് എൻ്റെ സഹോദരങ്ങൾ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ, അവർ ഈ രക്ഷയിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് പോളിന്റെ പ്രാർത്ഥനയും കരച്ചിലുമാണ്. അതാണ് ഈ 11-ാമത്തെ അധ്യായത്തിൽ കൂടെ താൻ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അത് കഴിയുമ്പോഴാണ് ഈ ഒലിവ് മരത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞ ആ കാര്യം ഒന്ന് വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിന്റെ അവസാനത്തിൽ അവരെ എങ്ങനെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഈ അധ്യായം ക്ലോസ് ചെയ്യുക. അടുത്ത ആഴ്ചത്തെ ക്ലാസ്സുകളിൽ കൂടെ വന്നു കഴിയുമ്പോൾ ഈ 11-ാമത്തെ അധ്യായം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അത് മനസ്സിലാക്കി തരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടട്ടെ. അത് നമ്മൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഇന്നത്തെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തത് നമുക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം കൂടുതലായിട്ട് ഈ മർമ്മങ്ങളെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ.